Laudați pe Domnul, că este bun Domnul, aleluia, că în veac e mila Lui, zicând aleluia. Laudați pe Dumnezeul Dumnezeior, aleluia. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും നാളും ചൊരിയപ്പെടുമാറാകട്ടെ. ആമീൻ. ആമീൻ. കർത്താവിൻ്റെ വിശുദ്ധ വചനങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. 119 സങ്കീർത്തനം 140 വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്: നിൻ്റെ വചനം അതിവിശുദ്ധമാകുന്നു, അതുകൊണ്ട് അടിയന് അത് പ്രിയമാകുന്നു. വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നു. എൻ്റെ വചനം അയച്ച് ഞാൻ അവരെ ശുദ്ധീകരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്, കാരണം അത് അതിവിശുദ്ധമാണ്. അതുപോലെ തന്നെ 119 സങ്കീർത്തനം 162 വാക്യം എന്താണ് പറയുന്നത്? വലിയ കൊള്ള കണ്ടു കിട്ടിയതിനെ പോലെ ഞാൻ നിൻ്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഒന്ന് വായിക്കാമോ? ആ ഭാഗം ഒന്ന് വായിക്കാമോ? വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഞാൻ നിൻ്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. I rejoice at your word like one who finds great spoil. I rejoice in your word of God, as if Like one who finds great spoil. വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഞാൻ നിൻ്റെ വചനത്തിൽ ആനന്ദിക്കുന്നതാണ്. വചനം വായിക്കുമ്പോൾ നമുക്ക് ആനന്ദവും സന്തോഷവും ഉണ്ടാകുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ഒരു വ്യാപാരം, സാമീപ്യം, റൂഹായുടെ ആവാസം നമ്മളെല്ലാവരും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുദ്ധീകരണം പ്രാപിക്കുവാനായിട്ടും പ്രത്യേകിച്ച് കൃപ നിറഞ്ഞ ദൈവമാതാവിൻ്റെ ശൂനോയോ വാങ്ങിപ്പിൻ്റെ പെരുന്നാൾ കൊണ്ടാടുന്ന ഈ സമയത്ത് ആ അമ്മയുടെ മകനായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ദൈവിക വചനങ്ങളുടെ സാരാംശങ്ങളെ അല്പസമയം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ചിന്തിക്കുവാനും ഈ സമയം നമുക്ക് ചെലവഴിക്കാം. കേൾക്കുന്ന നിങ്ങളിൽ മേൽ പരിശുദ്ധാത്മാവ് വന്ന് വ്യാപിക്കട്ടെ, വ്യാപരിച്ച് നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ. നിങ്ങൾക്ക് ആവശ്യമുള്ളവ നല്ല യാചനകളായി ദൈവം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ 14 അധ്യായങ്ങൾ നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഈ 14 അധ്യായങ്ങൾ എന്ന് പറയുമ്പോൾ ഏകദേശം പകുതിയോളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു. അത് വലിയൊരു അനുഗ്രഹമാണ്. നമുക്കറിയാമല്ലോ, യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കും തോറും നമ്മളിൽ ഒരു അഭിഷേകം വരികയും വചനം നമ്മളെ ശുദ്ധീകരിക്കുകയും എല്ലാത്തിലുപരിയായി ജഡീക പാപങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടുകയും ചെയ്യും. വചനത്തിന് അങ്ങനെ വലിയൊരു ശക്തിയുണ്ട്. നമ്മളെ ജഡീകമായി തകർത്തിരിക്കുന്ന പാപങ്ങളുണ്ട്, മുറുകെ പറ്റുന്ന പാപങ്ങൾ എന്ന് പറയും. എബ്രായ ലേഖനം 12-1 വാക്യത്തിൽ, ആകയാൽ നാമും സാക്ഷികളായ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപങ്ങളും എന്നാണ്. മുറുകെ പറ്റുന്ന ഈ മുറുകെ പറ്റുന്ന പാപങ്ങൾ ഇറങ്ങിപ്പോകണമെങ്കിൽ വചനം നമ്മൾ ഉള്ളിലേക്ക് വന്ന് അത് തേച്ച് ഉരച്ച്, യെഹെസ്കേൽ 28 പറയുന്ന ക്ലാവ് പിടിച്ച അവസ്ഥ, ക്ലാവിനെ വെറുതെ കഴുകിയാൽ പോകുകയില്ല. ഒരു സാധാരണ ആധ്യാത്മിക ജീവിതം കൊണ്ട് നമ്മളെ മുറുകെ പറ്റുന്ന പാപങ്ങൾ, ഈ മുറുകെ പറ്റുന്ന പാപങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജഡീക പാപങ്ങളാണ്. ജഡസംബന്ധമായി പിശാച് നമ്മളിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നതും നമ്മളെ അടിമപ്പെടുത്തിയിരിക്കുന്നതുമായ അനേക പാപങ്ങളുണ്ട്. അത് പരിശുദ്ധാത്മാവ് അത് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തി തരികയും ചെയ്യും. അത് ചെയ്തു കഴിയുമ്പോൾ നമ്മളതിന് അടിമപ്പെട്ട് നമ്മളുടെ ജഡത്തിൻ്റെ അവസ്ഥ ഇരുളായി തീരുകയും ചെയ്യും. ഇരുളടഞ്ഞ ഒരു ശരീരം നമുക്കുണ്ടെന്ന് തന്നെ നമുക്ക് തോന്നും. എന്നാൽ വചനം നിറഞ്ഞു കഴിയുമ്പോഴോ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തെ നമ്മൾ
ദൈവവചനത്തെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളിൽ പ്രകാശം വരുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. അത് ശരീരത്തിൽ തന്നെ അനുഭവപ്പെടും. അത് ആന്തരികമായി ആത്മീയമായി മാത്രം വരുന്നൊരു കാര്യമല്ല. ശരീരത്തിൽ ഒരു പ്രകാശ വലയം നമ്മളെ നിയന്ത്രിക്കുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും. എന്തുകൊണ്ടാണ്? വെളിച്ചമാകുന്നവൻ വചനമായി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും വചനത്തിന്മേൽ നമ്മൾ ശ്രദ്ധയൂന്നുകയും വചനം വെളിച്ചമായി നമ്മളിൽ വ്യാപരിക്കുകയും ചെയ്യുമ്പോൾ ശരീരം മുഴുവൻ പ്രകാശിതമായി തീരുന്നു. അപ്പോൾ കണ്ണ് എങ്ങോട്ട് ശ്രദ്ധിക്കണം? കണ്ണ് വചനത്തിന്മേൽ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, കർത്താവ് പറഞ്ഞു, നിൻ്റെ കണ്ണ് ചുവള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. അപ്പോൾ ശരീരം പ്രകാശിതമാകുവാൻ വേണ്ടി നമ്മുടെ കണ്ണ്, എൻ്റെ കണ്ണ് ഞാൻ പർവ്വതത്തിങ്കിലേക്ക് ഉയർത്തുന്നു എന്നാണ്. അവിടെ ആരാണ് ഇരിക്കുന്നത്? സഹായകൻ. സഹായകൻ എന്നുള്ളതിൻ്റെ ഗ്രീക്ക് വാക്ക് പാറക്കലിത്തോ. പാറക്കലിത്തോ എന്നുള്ളതിൻ്റെ അർത്ഥം സഹായകൻ, ദ ഹെൽപ്പർ. ഹൂ ഈസ് ദാറ്റ് ഹെൽപ്പർ? പരിശുദ്ധാത്മാവാണ് ഹെൽപ്പർ. അപ്പോൾ വചനം വായിക്കുമ്പോൾ ആ ഹെൽപ്പറാണ് നമ്മളിലേക്ക് വരുന്നതും നമ്മളെ പ്രകാശം കൊണ്ട് നിറയ്ക്കുന്നു. ശരീരത്തിൽ പ്രകാശം നിറഞ്ഞു കഴിയുമ്പോൾ എന്താണ് ശരീരത്തിന് സംഭവിക്കുന്നത്? മുറുകെ പറ്റുന്ന പാപങ്ങൾ ഇറങ്ങിപ്പോകും. നമ്മളൊന്നും ചെയ്യണ്ട. അല്ലെങ്കിൽ നമ്മളിനി എത്ര ശ്രമിച്ചാലും നമ്മളെ മുറുകെ പറ്റിയിരിക്കുന്ന പാപങ്ങൾ ഇറങ്ങിപ്പോകത്തില്ല. വചനത്തിൻ്റെ ശക്തിയാൽ മാത്രമേ ഇത് ഇറങ്ങിപ്പോകത്തുള്ളൂ. കർത്താവിൻ്റെ പരിശുദ്ധ ശരീരവും വചനവും കൂടെ ചേർന്ന് നമ്മളെ പൊതിയുമ്പോൾ പിശാചിനവിടെ പിന്നെ നിൽക്കാനേ പറ്റത്തില്ല. നമ്മളെ അപഗ്രഥിച്ചിരിക്കുന്ന, കീഴ്പ്പെടുത്തിയിരിക്കുന്ന സകലവിധ മുറുകെ പറ്റുന്ന പാപങ്ങളും വിട്ട് പോകുവാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ അത് നമ്മളിൽ നിന്ന് തനിയേ ഇറങ്ങിപ്പോകും. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പഠിച്ചതാണ്, വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു. വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു, ഇരുളിൽ പ്രകാശിക്കുന്നു. ഇരുളിനോ വെളിച്ചത്തെ കീഴടക്കുവാൻ സാധിക്കുകയുമില്ല, പിടിച്ചടക്കുകയുമില്ല. കാരണം വെളിച്ചം വരുമ്പോൾ ഇരുള് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അത് തനിയെ ഇറങ്ങിപ്പോകുന്നതാണ്. ഇരുട്ടായിരിക്കുന്ന ഒരു പ്രദേശത്ത് വെളിച്ചം കത്തിക്കുമ്പോൾ ഈ ഇരുട്ടിനെ തെള്ളി നീക്കണ്ട, അത് തനിയെ ഇറങ്ങിപ്പോക്കോളും എന്ന് പറയുന്ന പോലെ എത്ര വലിയ മുറുകെ പറ്റുന്ന പാപങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടിരുന്നാലും ശരി, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിനും അവൻ്റെ വചനത്തിനും അതിനെ ഇറക്കി വിടുവാനുള്ള വലിയ ശക്തിയുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും പാപത്തിന് അടിമപ്പെട്ടവർ ഇതിനെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വചനത്തിന്മേൽ നിങ്ങളെ ശ്രദ്ധയൂന്നുവാൻ ഒരു കൃപ ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദൈവമാതാവിൻ്റെ ഓർമ്മ പെരുന്നാളിൽ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും വചനം ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടക്കുകയും തൻ്റെ ആത്മാവിനെ കർത്താവ് ഉള്ളംകൈയിൽ ഉരുവാക്കിയപ്പോൾ മുതൽ പരിശുദ്ധ ദൈവമാതാവുമായുള്ള സംവേദനം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ കർത്താവ് അല്ലെങ്കിൽ ത്രിത്വം, അവൾ ജഡത്തിൽ ജനിച്ച ശേഷവും ദേവാലയത്തിൽ കൊണ്ടുവന്ന് കന്യകയായി പ്രതിഷ്ഠിച്ച് അവളുടെ മരണം വരെയും ആന്തരികമായി എല്ലാ സമയവും ദൈവവുമായി, ത്രിത്വവുമായി, തൻ്റെ പുത്രനുമായി ഒരു ആത്മീയ സംവേദനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്ത മാതാവിനെ ധ്യാനിച്ചുകൊണ്ടും, പ്രത്യേകിച്ച് നമുക്കിപ്പോൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ശൂന്യോയോ വാങ്ങിപ്പിൻ്റെ പെരുന്നാൾ വിശുദ്ധിയോടുകൂടി വചനം ധ്യാനിച്ചുകൊണ്ട് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി നമ്മൾ നോക്കുകയാണ്. പരിശുദ്ധ മാതാവിൻ്റെ ആ വലിയ പ്രാർത്ഥന ശക്തിയേറിയ, കാരണം മാതാവിൻ്റെ തേജസ്സിൻ്റെ ആ മഹിമ ത്രിത്വത്തിന് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ആ തേജസ്സിൽ നമുക്ക് പ്രാപിക്കുവാൻ ചിലത് മാതാവിൽ കൂടെ നമുക്ക് ലഭിക്കത്തുള്ളൂ. കാരണം ഈ ഇന്നർ കമ്മ്യൂണിക്കേഷൻ അവിടെ കിടക്കുന്നത് കൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് ദൈവമാതാവിന് അറിയാം എന്ന് നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിലും ഈ സുവിശേഷം ആരെഴുതിയോ ആ പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹയുടെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയം പ്രാപിച്ചുകൊണ്ട് ഈ 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 15-ാം അധ്യായം, 16-ാം അധ്യായം, 17-ാം അധ്യായം എന്നൊക്കെ പറയുന്നത് കാവ്യാത്മകമായി നമ്മളെ ആനന്ദ നിർവൃതിയിലാക്കുന്ന കാവ്യഭാവനയുള്ള വരികളിലൂടെ യോഹന്നാൻ പരിശുദ്ധാത്മാവിൽ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ തുടങ്ങുന്നത് ഇപ്രകാരമാണ്. 14-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് എന്താണ്? 14-ാം അധ്യായത്തിൽ കർത്താവ് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. മറ്റൊരു കാര്യസ്ഥൻ എന്ന് പരിശുദ്ധാത്മാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്
15-ാം അധ്യായത്തിൽ വേറൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് തൃത്വത്തെപ്പറ്റി കർത്താവ് പതിയെ പതിയെ ശിഷ്യന്മാരെയും നമ്മളെയും എല്ലാം പ്രബോധിപ്പിച്ച് തുടങ്ങുന്നത്. അല്ലാതെ ഞാൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നുള്ള ത്രിയേകതയുമായിട്ട് അവിടെ ഇരിപ്പുണ്ട് എന്നൊന്നും വളരെ ക്ലിയറായിട്ട് പറയുകയല്ല. നമ്മൾ അതിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഒഴുകി വെളിപ്പെടുത്തി തരികയാണ്. കഴിഞ്ഞ അധ്യായത്തിൽ 14-ാം അധ്യായത്തിൽ ഞാൻ മറ്റൊരു കാര്യസ്ഥനെ അയക്കുമെന്ന് പറഞ്ഞു. യേശു ക്രിസ്തു എന്നൊരു കാര്യസ്ഥനുണ്ട്. അതല്ലാതെ മറ്റൊരു കാര്യസ്ഥൻ പരിശുദ്ധാത്മാ ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ അയക്കും. ഞാൻ പോവുകയാണ്. അവർ വിഷമിച്ചിരിക്കുകയാണ്. എല്ലാ ജീവിത സൗകര്യങ്ങളും വിട്ട് കർത്താവിൻ്റെ പിന്നാലെ കൂടിയവരാണ്. വല, പടക്, അപ്പൻ, അമ്മ, ഭാര്യ, മക്കൾ, സ്വത്ത്, സമ്പത്ത് എല്ലാം ഉപേക്ഷിച്ച് ഒറ്റ വിളിയിൽ ഒരു ചെറുപ്പക്കാരൻ്റെ പിന്നാലെ പോയ ശിഷ്യന്മാരോട് ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു സായംസന്ധ്യയിൽ ഹൃദയം തകർന്ന മനസ്സോടെ ആ ഗുരു പറയുകയാണ്, ഞാനിനി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുക്കൽ കാണുകയില്ല എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ കർത്താവ് പറയുന്നുണ്ട്, ഭയക്കണ്ട, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെയും എന്നെ കാണും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ വിശദമായിട്ട് പഠിച്ചു. അപ്പോൾ അവിടെ ഒരാളെ അവർക്ക് കൂട്ടുകൊടുത്ത് പരിശുദ്ധാത്മാവിനെ അവർക്കായിട്ട് ക്രമീകരിച്ചു. അങ്ങനെ ഒരാൾ നിങ്ങളുടെ സഹായകനായി എപ്പോഴും ഉണ്ടാവും. അത് ഞാൻ തന്നെയാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എന്നിട്ട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ തരാം. അത് ഞാൻ തന്നെയാണ്. ക്രിസ്തുവിൻ്റെ ഭാവം, മറ്റൊരു എസൻഷ്യൽ ബീയിങ് നേച്ചറാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. അത് വേറൊരു ഫോം എന്നുള്ള രീതിയിൽ ആണ് എന്ന് മാത്രമേ ഉള്ളൂ. 15-ാം അധ്യായം തുടങ്ങുമ്പോൾ കർത്താവിനെയും വേറൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതാരാണ്? ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും. അതായത് കർത്താവ് പറയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. പിതാവ് വരികയാണ്. അപ്പോൾ ഈ മുന്തിരിവള്ളിയെപ്പറ്റി പറയുവാൻ ഒരു കാരണമുണ്ട്. മുന്തിരിവള്ളി എന്ന് പറയുന്നത് ആത്മീയ ശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപമയ്ക്കുള്ള സസ്യമായിട്ട് എടുത്തിരിക്കുന്നത്. മുന്തിരിച്ചാറ്, മുന്തിരിവള്ളി ഇതെല്ലാം കർത്താവ് എപ്പോഴും ഉപയോഗിക്കുന്ന ഉപമകളാണ്. കർത്താവിൻ്റെ തിരുശരീര രക്തവുമായിട്ട് ബന്ധപ്പെട്ട് മുന്തിരിച്ചാറ്, മുന്തിരിവള്ളി, മുന്തിരി ഇവയെല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇത് പറയുവാൻ കർത്താവിന് ഒരു കാരണമുണ്ട്. അതായത് 14-ാം അധ്യായത്തിൽ അവസാനത്തെ വാക്യം എന്താണ് പറയുന്നത്? 14-ാം അധ്യായം അവസാനത്തെ വാക്യം, എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു. അതൊന്ന് വായിക്കാമോ? ലാസ്റ്റ് വേഴ്സ് ഫ്രം ചാപ്റ്റർ 14, that is verse 31. 31. But I do as the Father has commanded me, so that the world may know that I love the Father. Rise, let us be on our way. Rise, let us be on our way. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണ്? എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും ലോകം അറിയട്ടെ. എഴുന്നേൽപ്പീൻ, നാം പോകാം. എവിടെ നിന്ന് എഴുന്നേൽക്കാനാണ് പറയുന്നത്? ഇത്രയും നേരവും എവിടെയായിരുന്നു? അപ്പർ റൂമിലിരിക്കുകയാണ്. അപ്പർ റൂമിൽ ഇരുന്നുകൊണ്ട് കർത്താവ് ഹൃദയവേദനയോടെ ശിഷ്യന്മാരോട് പറഞ്ഞു കഴിഞ്ഞിട്ട് അവരോട് പറയാണ്, എഴുന്നേൽപ്പിൻ, നാം പോകാം. അപ്പോൾ അപ്പർ റൂമിലെ കാര്യം കഴിഞ്ഞു. ഇനി തൻ്റെ കഷ്ടാനുഭവത്തിനായിട്ട് താൻ എഴുന്നേൽക്കുകയാണ്, പോകാൻ തുടങ്ങിയാണ്. അങ്ങനെ പോയപ്പോൾ അപ്പർ റൂമിൽ നിന്ന് അവരെ ഇറങ്ങി നടന്ന് യെരുശലേം ദേവാലയത്തിൻ്റെ പ്രധാന വാതിൽ കവാടത്തിന് മുമ്പിലൂടെ ക്രോസ് ചെയ്ത് പോയപ്പോൾ പറഞ്ഞതാണ് ഈ കാര്യം. എന്ത്? ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. അങ്ങനെ പറയുവാൻ കാരണം ഈ യെരുശലേം ദേവാലയത്തിൻ്റെ പ്രധാന വാതിൽ കവാടത്തിന് വശങ്ങളിലായിട്ട് ശലോമോൻ പണ്ട് ചെയ്തു വെച്ചിരുന്നതിൻ്റെ ബാക്കി പത്രമായി പിന്നീട് ആലയം എസ്രാ നെഹമ്യാവ് പണിഞ്ഞപ്പോൾ ഈ
ഒരു കൊത്തുപണി അവിടെ ചെയ്തു വെച്ചിരുന്നു. അതായത് മുന്തിരിക്കുലയും മുന്തിരി വള്ളികളും അതിൻ്റെ ഒരു കൊത്തുപണി ഈ കവാടത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുമ്പിൽ കൂടി കർത്താവ് ഇങ്ങനെ ശിഷ്യന്മാരുമായിട്ട് യാത്ര ചെയ്ത് നടന്നു പോകുമ്പോൾ ആ കവാടത്തിൻ്റെ മുന്തിരിവള്ളികൾ കണ്ടിട്ട് ശിഷ്യന്മാരോട് തിരിഞ്ഞ് പറയുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. ദേവാലയത്തെ കാണുമ്പോൾ ശിഷ്യന്മാർ എന്തെങ്കിലും അഭിപ്രായം പറയുമായിരുന്നു. അപ്പോൾ കല്ലുകളെ നോക്കി ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഈ കല്ല് എത്ര മനോഹരമാണ് കർത്താവ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത്? അതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് മനോഹരമായിട്ട് തോന്നും, ഇതൊക്കെ ഇല്ലാതാവും, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതാവും. നമ്മളത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരെയും ഭീതിപ്പെടുത്തുകയും നമ്മൾ ഓരോ ദിവസവും ദൈവസന്നിധിയിൽ മുട്ടിപ്പായി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണത്. കാരണം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, യെരുശലേം ദേവാലയം പണിഞ്ഞത് യഥാർത്ഥത്തിൽ ആരാണ്? ശലോമോനാണെന്ന് പറഞ്ഞാലും ദാവീദ് ആഗ്രഹിച്ച് ശലോമോനിൽ കൂടി പണിയുമ്പോൾ നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകവും ദിനവൃത്താന്തം പുസ്തകമൊക്കെ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ഓരോ അളവുകളും ചിട്ടകളും ക്രമീകരണങ്ങളും ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് ചെയ്തതാണ്. അതിൻ്റെ വക്ക്, അതിൻ്റെ നീളം, എന്തെല്ലാം കാര്യങ്ങൾ വയ്ക്കണം, കൊത്തുപണി, കെറൂബുകൾ, കടൽ മുതലായ കാര്യങ്ങളും അതിവിശുദ്ധ സ്ഥലത്ത് വയ്ക്കേണ്ടതായ കാര്യങ്ങളുമെല്ലാം വളരെ വളരെ കൃത്യതയോടുകൂടി ദൈവം ശലോമോനും അത് പണിഞ്ഞിട്ടുള്ള ആ പണിക്കാർക്കും കൃത്യതയോടുകൂടി പറഞ്ഞു കൊടുത്ത് പണിയിച്ച ആ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. ഓർത്തുകൊള്ളണം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ കാര്യം, നമ്മളെല്ലാം നമ്മുടെ സഭയെപ്പറ്റിയൊക്കെ വളരെ വീറോടുകൂടി പറയുന്നുണ്ട്. എല്ലാ സഭയിലുള്ളവരും അവരുടെ സഭയെപ്പറ്റി അഭിമാനപൂർവ്വം പറയുന്നവരാണ്, നല്ലതാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയിൽ ആയിരിക്കുന്നുണ്ട്. ഞാനെപ്പോഴും പറയും, ഐ എം പ്രൗഡ് ഓഫ് ബീയിങ് ആൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ. കാത്തലിക് സഹോദരങ്ങൾ പറയും, ദേ ആർ പ്രൗഡ് ഓഫ് ദെയർ കാത്തലിക് churches, and all people are proud of their own churches. That is very good. എല്ലാവരും അഭിമാനിക്കുകയാണ് അവരുടെ സഭകളെ പറ്റി. നല്ല കാര്യമാണ്. അവരവർ ജനിച്ചു വളർന്ന വിശ്വാസവും അവരവരിലുള്ള ആ സ്നേഹവും സഭയോടുള്ള കൂറും ഒക്കെ വളരെ നല്ലതാണ്. പക്ഷേ യെരുശലേം ദേവാലയം കർത്താവ് പണിഞ്ഞ് ഉണ്ടാക്കിയത് നശിച്ചു പോയെങ്കിൽ നമ്മൾ ഓർത്തുകൊള്ളണം, കർത്താവിനാൽ സ്ഥാപിക്കപ്പെട്ട സഭയാണെന്നൊക്കെ പറയുമ്പോഴും നമ്മൾ കാണിച്ചു കൂട്ടുന്ന അനീതിയുടെ അങ്ങേയറ്റം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അശുദ്ധമായ മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന അവസ്ഥ ഒരു സഭയിലല്ല, എല്ലാ സഭകളിലും വന്നു കയറിയിട്ടുണ്ട്. അത് കണ്ണാലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഒന്നിനെയും വെച്ചേക്കത്തില്ല. ഇന്നത്തെ കാലത്ത് ഒരു വലിയ ആത്മീക ക്ലെൻസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇനിയും യഥാർത്ഥമായ പ്യുവർ സ്പിരിച്വാലിറ്റി അല്ലാതെ ഒരു ഫോൾസ് സ്പിരിച്വാലിറ്റിയും ശേഷിക്കുകയില്ല. മുന്നോട്ടുള്ള കാലത്ത് ഇനിയും വരുന്ന 5-10 കൊല്ലത്തിനകം നമ്മളെ തന്നെ അനുദപിച്ച് മാനസാന്തരപ്പെട്ട് ശുദ്ധീകരിച്ചില്ലെങ്കിൽ, താഴോട്ട് വരുമ്പോൾ പ്രൂണിങ്ങിൻ്റെ കാര്യമൊക്കെ വരുന്നുണ്ട്. പ്രൂണിങ് നീക്കിക്കളയുന്നു എന്ന് പറയുന്നുണ്ട്. നീക്കിക്കളയുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ നീക്കിക്കളയും. അതാണ് താഴോട്ട് വരുന്നത്. തോട്ടക്കാരനുണ്ട്, ഞാനുണ്ട്, ഞാൻ മുന്തിരിവള്ളിയാണ്, എന്നിലാണ് നിങ്ങൾ ചേർന്ന് നിൽക്കുന്നത്. പക്ഷേ ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നമുക്ക് അശുദ്ധികൾ ചെയ്യാൻ പറ്റും. അങ്ങനൊരു അവസ്ഥയുണ്ട് ആത്മീയ ജീവിതത്തിൽ. നമ്മൾ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അഭിഷേകം പ്രാപിക്കാതെ, വചനത്താൽ ശുദ്ധീകരിക്കപ്പെടാതെ പാപത്തിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ആത്മീയനാകുവാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ആദ്യം ആഗ്രഹിക്കേണ്ടത് എന്താണ്? പ്രാർത്ഥന പഠിക്കുകയോ അല്ലെങ്കിൽ ചിട്ടകൾ നിർവഹിക്കുകയോ ആരാധനകൾ കൃത്യമായി സമയത്ത് നടത്തുകയോ ചെയ്യുക മാത്രമല്ല, അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിൽ വരുന്ന ആത്മീയ പ്രചോദനങ്ങളാണ്. നമ്മൾ ആദ്യം ആഗ്രഹിക്കേണ്ടതാണ് വിശുദ്ധ ജീവിതം. വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ ഈ പെരുന്നാൾ കൊണ്ടാടുന്ന ഈ കാലഘട്ടത്തിൽ മാതാവിനെ പോലെ വിശുദ്ധി ഒട്ടും കുറയ്ക്കണ്ട, അത് ആഗ്രഹിക്കണം.
ആകാശത്തോളം ആഗ്രഹിക്കുക കുന്നോളം കിട്ടുമെന്ന് പറയില്ലേ? ഇതിനങ്ങനല്ല. ആകാശത്തോളം ആഗ്രഹിച്ചാൽ ദൈവം ആകാശത്തോളം തന്നെ തരും. വിശുദ്ധി അങ്ങനെയാണ്. കർത്താവിന് വലിയ ഇഷ്ടമാണ് കർത്താവിൻ്റെ വിശുദ്ധി നമ്മളിലേക്ക് കൈമാറുക എന്നുള്ളത്. നമുക്കറിയാം, എത്രയോ പ്രാർത്ഥിച്ചാലും നമ്മളിൽ ബലഹീനതകൾ വരും. കർത്താവിന് ഇഷ്ടമില്ലാത്ത സംഭാഷണങ്ങളും നോട്ടങ്ങളും ഒക്കെ നമ്മളിലുണ്ടാകും. എന്നാലും അനുതാപത്തിൻ്റെ ഒരു ആത്മാവ് കിടപ്പുണ്ടെങ്കിൽ നമുക്ക് വിശുദ്ധ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം കർത്താവ് അങ്ങനെ പ്രോമിസ് തന്നിട്ടുണ്ട്. പഴയ നിയമത്തിലെ പ്രോമിസ് അല്ലത്. എന്താണ് പറഞ്ഞിരിക്കുന്ന പ്രോമിസ്? കർത്താവ് പറഞ്ഞിരിക്കുന്ന പ്രോമിസ് എന്താണ്? ഒരുവനോട് തെറ്റ് ചെയ്തിട്ട് 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ എന്ന് പത്രോസ് ചോദിക്കുമ്പോൾ 7 അല്ല 70 വട്ടം എന്ന് പറഞ്ഞാൽ 7:70 എന്നാണ്. റേസ് ടു 70 ആണ്. ആ ഫിഗർ കമ്പ്യൂട്ടറിൽ കിട്ടില്ല. അതുമാത്രമല്ല, കർത്താവ് മറ്റൊരു ഉപമയും പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഉപമ പോലെ ഒരു കാര്യം പറയുന്നുണ്ട്. നിന്നോട് ഒരുവൻ തെറ്റ് ചെയ്തിട്ട് എത്ര തവണ വന്ന് അവൻ അനുദപിച്ചാലും അത്രയും തവണയും അവനോട് നീ ക്ഷമിക്കണം. അങ്ങനെ മനുഷ്യരങ്ങനെ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് തെറ്റ് ചെയ്തിട്ട് നമ്മൾ വന്ന് എത്ര തവണ തെറ്റ് ചെയ്താലും അനുതാപം ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ദിവസവും വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അതാണ് ഓർത്തഡോക്സ് വേ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഓർത്തഡോക്സി മീൻസ് ലീഡിങ് എ ഹോളി ലൈഫ് ആൻഡ് എ റിപ്പൻഡൻറ്റ് ലൈഫ്. ഇതാണ് ഓർത്തഡോക്സി എന്ന് പറയുന്നത്. നത്തിങ് എൽസ്. അതിനെ ഷോർട്ട് ഫോം ആക്കി വെച്ചിരിക്കുന്നതാണ്. ഓർത്തഡോക്സി ഈസ് നത്തിങ് ബട്ട് ഇമിറ്റേഷൻ ഓഫ് ദ ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, നത്തിങ് എൽസ്. അപ്പോൾ നമ്മളെ വിശുദ്ധീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളെ ദൈവം അനുഗ്രഹിക്കുക. ഇല്ലെങ്കിൽ മുന്തിരിവള്ളിയോട് ചേർന്ന് നിന്നെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ വിശുദ്ധീകരണം നമ്മൾ ദിവസം പ്രതി അനുതാപത്തോടും തീഷ്ണതയോടും കൂടെ ആഗ്രഹിച്ച് മുന്നേറിയാൽ നമ്മളെ ദൈവം ഉയർത്തും. അല്ലെങ്കിൽ നശിപ്പിച്ച് കളയും. യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു. അതാണ് അതിൻ്റെ തെളിവ്. മറ്റൊന്നും വേണ്ട. ദൈവം സൂക്ഷ്മതയോടെ പണിഞ്ഞുകൊണ്ടിരുന്ന യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ ആ ദേവാലയത്തിൻ്റെ കവാടത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നതാണ് ഈ മുന്തിരിവള്ളിയുടെ ഒരു കൊത്തുപണി. അത് കണ്ടുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്. ചിലപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചാണ്, ഞാൻ ആദ്യം ചോദിച്ച പോലെ, കർത്താവെ നല്ല കൊത്തുപണിയായിരിക്കുമല്ലോ, കല്ലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ചോദിച്ചാണ്, നല്ല കൊത്തുപണിയായിരിക്കുമല്ലോ എന്ന് ചോദിച്ചു കാണും അല്ലേ? അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാവുന്നു. അപ്പോൾ ഇവിടെ കർത്താവ് വളരെ ഇൻഡയറക്റ്റായിട്ട്, വളരെ സൂക്ഷ്മതയോടുകൂടി ഇൻഡയറക്റ്റായിട്ട് തൃത്വത്തെയും കൂടെ കൊണ്ടുവരികയാണ്. ഇന്നലെ എന്ന് പറഞ്ഞാൽ മാളികയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മറ്റൊരു കാര്യസ്ഥനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ കാര്യസ്ഥൻ്റെ പേര് പരിശുദ്ധാത്മാവ്. ഇപ്പോൾ വേറൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, എൻ്റെ പിതാവ്. അപ്പോൾ 3 പേരായി. പിതാവ്. അപ്പോൾ പിതാവിൻ്റെ ആരാണ് കർത്താവ്? പുത്രനാണ്. ഈ പുത്രപദവി എന്താണ് എന്നുള്ളത് എബ്രായ ലേഖനം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ പഠിച്ചതാണ് അല്ലേ? പുത്രപദവി എന്തായിരുന്നു എന്നുള്ളത്. കർത്താവിന് പിതാവ് കൊടുത്ത പുത്രപദവിയല്ല കർത്താവിൻ്റെ മക്കളാകുന്ന നമുക്കുള്ളത്. നമ്മളും മക്കളാണ്. ദ റൈച്ചിയസ് വൺസ് ആർ ഓൾവേസ് സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ഗാഡ്. ബട്ട് ദ സൺഷിപ്പ് that is there for Jesus Christ from the Father is not the same as the sonship we have with Jesus Christ. അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. യേശു പിതാവിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ എപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്നാൽ ഐ ആം റീഇറ്ററേറ്റിംഗ് ദാറ്റ് there was no time when son was begotten, because son was begotten in no time, beyond time. And there was not a time when the son did not exist with the father. പിതാവില്ലാത്തൊരു കാലം പുത്രനുമില്ല, പുത്രനില്ലാത്തൊരു കാലം പിതാവിനുമില്ല. എന്നാൽ പിതാവിൽ നിന്ന് ജനിച്ചവനാണ് പുത്രൻ. നമ്മൾ പറഞ്ഞു, ഇത് മനസ്സിലാക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കണം. അപ്പോൾ ആദ്യമേ ഈ പരിശുദ്ധാത്മാവിനെ തന്നിട്ട് കർത്താവ് പിതാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഞാൻ പിതാവിൻ്റെ പുത്രനാണ്. അത് അവർ ഇൻഡയറക്റ്റായിട്ട് അവിടെ കിടപ്പുണ്ട്. ഇത് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. മനസ്സിലാവുന്നുണ്ടോ? പിതാവിൻ്റെ പുത്രനായ യേശു ക്രിസ്തു. അപ്പോൾ ഈ പിതാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തോട്ടക്കാരൻ എന്നാണ്. തോട്ടക്കാരൻ എന്നുള്ളതിന് 2 രീതിയിൽ ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്ക് ജോർജിയോസ് എന്നാണ്. ജോർജോസ് എന്നാണ്.
ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്ക്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? മണ്ണിൽ പണിയെടുക്കുന്നവൻ പരിപാലിക്കുന്നവൻ എന്നാണ്. പിതാവ് എപ്പോഴും പരിപാലിക്കുന്നവന്, സൃഷ്ടാവാണ്. നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ എന്താണ് ചൊല്ലുന്നത്? We believe in one true God, the Father Almighty, maker of heaven and earth, of that is all visible and invisible. ആ മേക്കർ എന്താണ് ചെയ്യുന്നത്? മണ്ണിൽ പണിയെടുത്ത് പരിപാലിക്കുന്നവനാണ്. സൃഷ്ടാവ്, പിതാവാണ് സൃഷ്ടാവ്. സകലത്തിൻ്റെയും സൃഷ്ടാവായ എന്നാണ് പറയുന്നത് അല്ലേ? സകലത്തിൻ്റെയും വി ബിലീവ് ഇൻ വൺ ട്രൂ ഗോഡ് ദ ഫാദർ ഓൾമൈറ്റി, ദ മേക്കർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. ഹെവൻ ആൻഡ് എർത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ആകാശഭൂമി എന്നുള്ള ഒരു ലിമിറ്റേഷൻ അല്ല. ഹെവൻ ആൻഡ് എർത്ത് മീൻസ് ദ ഹോൾ ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഇറ്റേണിറ്റി. ഇറ്റേണിറ്റിയിലുള്ള സകലത്തെയും സൃഷ്ടിച്ചത്. സയൻസ് കണ്ടുപിടിച്ചിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റാവുന്ന അതിൽ തന്നെ ഒരു 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 ഭൂമിയുടെ സൈസ് എടുത്താൽ ഒരു പന്തിൻ്റെ അവസ്ഥയിലുള്ള കാര്യങ്ങൾ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. എന്നാൽ കാണപ്പെടാത്തവയുമായ എത്രയോ ഉണ്ട്. അതിൻ്റെയും സൃഷ്ടാവായ സത്യേക ദൈവം കർത്താവ് പിതാവ് പരിപാലിക്കുന്നവനാണ്, സൃഷ്ടാവാണ്. യഥാർത്ഥത്തിൽ അപ്പൻ്റെ സ്നേഹം മുഴുവൻ ആരിലാണ് ഇരിക്കുന്നത്? പിതാവിലാണ് ഇരിക്കുന്നത്. ആ പിതാവിൻ്റെ സ്നേഹം എന്താണെന്നാണ് കർത്താവ് തൻ്റെ കാൽവറി യാഗത്തിലൂടെ കാണിച്ചത്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു സ്നേഹപ്രകടനമല്ലത്. പഴയ നിയമത്തിലെ യഹോവയുടെ നിഷ്ഠൂരമായ അല്ലെങ്കിൽ കാർക്കശ്യമായ നിയമപരിപാലനത്തിനകത്ത് നിൽക്കുന്ന പാപത്തിന് കൃത്യസമയത്ത് തന്നെ മറുപടി കൊടുത്തുകൊണ്ട് തൻ്റെ ജനത്തെ ശിക്ഷിച്ച് നേരെയാക്കുന്ന ഒരു പിതാവല്ല ഇത് നിങ്ങൾക്ക് വേണ്ടി ജീവൻ കളയുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പിതാവ് നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. അത് നമ്മൾ വിശ്വസിച്ചേറ്റിട്ട് കർത്താവിൽ കൂടെ ഇത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. യേശുവിൽ കൂടെ നമുക്കിത് കിട്ടത്തുള്ളൂ. യേശു അല്ലാതെ ഈ പിതാവിൻ്റെ സാമീപ്യം, സ്നേഹം എന്താണെന്ന് മനസ്സിലാകത്തില്ല. മാത്രമല്ല യേശു ഇത് പറഞ്ഞു തന്നാലും നമുക്കിത് ബോധം വരുത്തുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ് നമുക്കതിനെപ്പറ്റി ബോധം വരുത്തുന്നത്. അപ്പോൾ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്ന് പറയുമ്പോൾ ഇത് പരിശുദ്ധാത്മാവും കൂടെ ചേർന്ന് ആ സൺഷിപ്പ്, ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ പുത്ര സ്വീകാര്യ അവകാശം, മനസ്സിലാകുന്നുണ്ടോ വാക്ക്? പുത്ര സ്വീകാര്യ അവകാശം, ക്രിസ്തുവിനോടുള്ള നമ്മുടെ മക്കളെന്നുള്ള അവകാശം നമ്മളെ മനസ്സിലാക്കി തരുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. പിതാവ് തൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ മക്കളായിരിക്കുന്ന നമ്മൾ പരിശുദ്ധാത്മാവിൽ ഈ മുന്തിരി വള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ബന്ധപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പിതാവിൻ്റെ ആ വലിയ സ്നേഹത്തിന് മുമ്പിൽ പരിപാലിക്കപ്പെടുന്നു. അപ്പോൾ മുന്തിരിവള്ളിയുമായിട്ടുള്ള ബന്ധത്തിൽ, തോട്ടത്തിൽ ഈ മുന്തിരിയുടെ അല്ലെങ്കിൽ മുന്തിരിയുടെയും മുന്തിരിവള്ളിയുടെയും ആ മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കുന്ന നമ്മളുടെ എല്ലാവരുടെയും പരിപാലകൻ, മണ്ണിൽ ജോർജിയോസ്, മണ്ണിൽ പണിയെടുക്കുന്നവൻ പിതാവാം ദൈവമാണ്. ആ പിതാവ് എങ്ങനെയാണ് നമുക്ക് വേണ്ടി പണിയെടുക്കുന്നത്? പിതാവിൻ്റെ പ്രവൃത്തി നമ്മൾ പഠിച്ചിട്ടുണ്ട്, നേരത്തെ പഠിച്ചു. പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രവൃത്തി. ആ പിതാവിൻ്റെ പ്രവൃത്തി എന്താണ്? അത് കർത്താവിൽ കൂടി കാൽവറിയിൽ പിതാവ് കാണിച്ചു തന്നു. അതാണ് പിതാവിൻ്റെ പ്രവൃത്തി. അപ്പോൾ ആ പ്രവൃത്തി ചെയ്തതാരാണ്? യേശു ക്രിസ്തുവാണ് ചെയ്തത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഒന്നുകിൽ ഞാൻ പറയുന്നത് വിശ്വസിപ്പീൻ, എൻ്റെ വചനം വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. ആ പ്രവൃത്തി ആരാണ്? പിതാവാണ്. പിതാവിൻ്റെ പ്രവൃത്തിയാണ് കർത്താവ് കാൽവറിയിൽ ഇങ്ങനെ വിരിഞ്ഞു കിടന്ന് തൻ്റെ ആണിപ്പാടുള്ള കരങ്ങൾ തറച്ച്, തൻ്റെ കാലുകൾ ആ മരത്തിന്മേൽ തറയ്ക്കപ്പെട്ട്, ശരീരവും ദേഹവും ആസകലം ഉഴവ് ചാലുകളാൽ കീറി അനങ്ങുവാൻ വയ്യാതെ, ഒന്ന് തിരിയുവാൻ വയ്യാതെ, ശ്വാസം ഒന്ന് എടുക്കുവാൻ വയ്യാതെ നമുക്ക് വേണ്ടി വേദനയേറ്റ് 3 മണിക്കൂർ ആ കുരിശിൽ തൂങ്ങിക്കിടന്നത് പിതാവിൻ്റെ സ്നേഹം ഇതാണ്. ഇതാ ഞാൻ എൻ്റെ രക്തവും വെള്ളവും മുഴുവനായും നിങ്ങൾക്ക് വേണ്ടി ഊറ്റിത്തന്നിരിക്കുന്ന ആ സ്നേഹം പിതാവിൻ്റെയാണ്. അത് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ കൂടി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുകയാണ്. രക്തവും വെള്ളവുമായിട്ട് ഒഴുകിയിറങ്ങിയപ്പോൾ ജീവൻ്റെ രക്തവും പരിശുദ്ധാത്മാവുന്ന വെള്ളം അതും നമ്മളിലേക്ക്, സൃഷ്ടിയിലേക്ക് ഒഴുക്കി തന്നു.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, മുന്തിരിവള്ളി എന്ന് പറയുമ്പോൾ മുന്തിരിവള്ളി കർത്താവാണ്, അതിൻ്റെ ബ്രാഞ്ചസ് ആണ് നമ്മൾ, ബ്രാഞ്ചസ്. അപ്പോൾ ആ ബ്രാഞ്ചസ് എവിടെ ഇരിക്കുന്നത്? മുന്തിരിവള്ളിയോട് ചേർന്നാണ് ഇരിക്കുന്നത്. അവിടെയാണ് നമ്മളിനി സൂക്ഷിക്കേണ്ടത്. അപ്പോൾ 1-ാം വാക്യം പറയുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാണ്. അപ്പോൾ ഈ ഒരു വാക്യത്തിൽ മൊത്തത്തിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? കിങ്ഡം ഓഫ് ഗോഡാണ്. കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം, പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ. ആ പുത്രൻ എന്ന മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളും സർവ്വസൃഷ്ടി ഇതുമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ ഈ മുന്തിരിവള്ളിയിൽ കൂടി ഒഴുകുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ എനർഗിയ. ഒരു വാക്കുണ്ട് അങ്ങനെ, ഗ്രീക്ക് വാക്കാണ് എനർഗിയ. പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്ന വാക്ക് എനർഗിയ എന്നാണ്. നമുക്ക് സാധാരണ രീതിയിൽ അതിനെ എനർജി എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും എനർഗിയ എന്നുള്ള ഗ്രീക്ക് വാക്കിന് വെറും എനർജി എന്നുള്ള അർത്ഥമല്ല, കുറച്ചും കൂടെ പവർഫുൾ വേർഡാണ്. അതായത് ദ പവർ സോഴ്സ് ഓഫ് എവരി പവർ എന്നാണ് എനർഗിയ എന്നുള്ള വാക്കിൻ്റെ ഗ്രീക്ക് മീനിങ്. ആ വാക്കാണ് പിതാക്കന്മാർ പരിശുദ്ധാത്മാവിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ, അവൻ്റെ ശക്തിയെ, അത്യുന്നതൻ്റെ ശക്തി എന്നൊക്കെ പറയുന്ന ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് എനർഗിയ, അതായത് പവർ ഓഫ് ഓൾ പവേഴ്സ്, ദ സോഴ്സ് പവർ ഓഫ് ഓൾ പവേഴ്സ് എന്നാണ്. അപ്പോൾ ഈ പവറാണ് ഈ ശാഖകളിൽ കൂടി ഒഴുകുന്ന, മുന്തിരിവള്ളിയിൽ കൂടി ഒഴുകുന്നതും മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖകളിലേക്കും ഇതിറങ്ങും അല്ലേ. ഒരു മരത്തിൽ ശാഖകളുണ്ടെങ്കിൽ വേരിൽ നിന്ന് കിട്ടുന്ന ജലാംശങ്ങളും വളങ്ങളുമെല്ലാം ഈ ശാഖകളിലെത്തുന്നത് അതിൻ്റെ പ്രധാന സ്റ്റെമ്മിൽ കൂടിയാണ്. ആ പ്രധാന സ്റ്റെമ്മാണ് മുന്തിരിവള്ളിയായി കർത്താവ് നിൽക്കുന്നത്. അതായത് ആ മുന്തിരിവള്ളിയിൽ ഫലമുണ്ട്, ആ മുന്തിരി പിഴിഞ്ഞാൽ രക്തമുണ്ട്, മുന്തിരിവള്ളി ശാഖകളിൽ ജലമുണ്ട്. അപ്പോൾ ശാഖകളിൽ കൂടി ഒഴുകുന്നതാണ് പരിശുദ്ധാത്മാവ്. ശാഖകളിൽ എന്തുണ്ട്? ജലമുണ്ട്. മുന്തിരിവള്ളിയുടെ ശാഖകളിൽ, ശാഖകൾ എന്ന് പറഞ്ഞാൽ ശാഖകൾ എന്നല്ല, ആ മുന്തിരിവള്ളിയിൽ ജലാംശം ഒഴുകുന്നുണ്ട്. ജലാംശം. മുന്തിരിയിൽ എന്തുണ്ട്? രക്തത്തിൻ്റെ സിമ്പിളായിട്ട് മുന്തിരിച്ചാറ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ രക്തവും വെള്ളവും ഇത് രണ്ടും കൂടെ എങ്ങോട്ട് ഒഴുകുന്നു? ബ്രാഞ്ചിലേക്ക് ഒഴുകുന്നു, നമ്മളിലേക്ക് ഒഴുകുന്നു. ഇതാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്, എൻ്റെ പിതാവ് തോട്ടക്കാരനുമാണ്. പിതാവാണ് ഇതിനെല്ലാം നമ്മളെ നിയന്ത്രിച്ച് പരിപാലിക്കുന്നത്. ഇനി അടുത്ത വാക്യം, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നവയോ അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. അപ്പോൾ ഇവിടെ മുന്തിരിവള്ളി ആരാണ്? മുന്തിരിവള്ളി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കൊമ്പുകളാണ് ആരാണ്? അല്ലെങ്കിൽ ശാഖകൾ നമ്മളാണ്. അപ്പോൾ ഈ മുന്തിരിവള്ളിയോടാണ് ഈ ശാഖകൾ ചേർന്ന് നിൽക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അതെവിടെയാണ് നമ്മളെ ഒട്ടിച്ചിരിക്കുന്നത്? കാട്ടൊലിവായിരുന്ന നമ്മളെ നാട്ടൊലിവായ മുന്തിരിവള്ളിയോട് ഒട്ടിച്ചിരിക്കുന്നു. എങ്ങനെ ഒട്ടിച്ചിരിക്കുന്നു? പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് ഒട്ടിച്ചിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടത് എപ്പോഴാണ്? പരിശുദ്ധ മാമോദീസായിൽ മൂറോൻ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവിൽ നമ്മളെ മുദ്രയിട്ട് ആദ്യമേ ഒട്ടിച്ചു. നേരത്തെ അങ്ങ് ഒട്ടിച്ചു. അതാണ് മാമോദീസയൊക്കെ എത്രയും നേരത്തെ ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തി നമ്മുടെ ജഡത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആത്മാവിലേക്ക് അത് നേരത്തെ തന്നെ പ്രവേശിച്ചുകൊണ്ടേയിരുന്നു. കർത്താവ് നമ്മുടെ ആത്മാവിനെ ഉള്ളം കൈയിൽ സൃഷ്ടിക്കുമ്പോഴേ പരിശുദ്ധാത്മാ വ്യാപാരം പ്രവഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് ജഡത്തിലൂടെ വ്യാപരിക്കുവാൻ വെള്ളത്താലും ആത്മാവിനാലും സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുമ്പോൾ കാട്ടൊലിവായിരുന്ന നമ്മൾ ക്രിസ്തു എന്ന മുന്തിരിവള്ളിയോടുകൂടി നമ്മൾ ഒട്ടിച്ച് ചേർത്ത് വയ്ക്കപ്പെടുന്നു. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരമാണ്. പിതാവെന്ന തോട്ടക്കാരൻ, പുത്രൻ എന്ന മുന്തിരിവള്ളി, ആ മുന്തിരിവള്ളിയിൽ കൂടി ഒഴുകുന്ന പരിശുദ്ധാത്മാവെന്ന ജലപ്രവാഹം, അതുകൂടാതെ മുന്തിരിച്ചാറാകുന്ന കർത്താവിൻ്റെ രക്തം. അപ്പോൾ ഇത് ഒട്ടിയിരിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മൾ ഫലം പുറപ്പെടുകയാണ്. ഫലം, ആത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്?
സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ 9 ഫലം എന്ന് പറയുന്നത് ഒരു ക്ലിപ്തമായ ഒരവസ്ഥയ്ക്ക് വേണ്ടി പറഞ്ഞതാണെങ്കിലും എല്ലാ ആത്മീക നന്മകളും പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. അപ്പോൾ ഒരാളോട് വിനയത്തോടെ പെരുമാറുക, ഒരാൾക്ക് അല്പം ദാഹിക്കുന്നതിന് വെള്ളം കൊടുക്കുക, ഇതെല്ലാം നന്മകളാണ്, പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്ന ഫലങ്ങളാണ്. ഈ ഫലമാണ് പ്രധാനം, വരങ്ങളല്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് സ്പിരിച്വാലിറ്റിയിൽ ഇങ്ങനെ ഒരു അബദ്ധം വന്നിട്ടുണ്ട്. വരങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രോഗസൗഖ്യത്തിനുള്ള വരം, അല്ലെങ്കിൽ നന്മകൾ ചെയ്യുവാനുള്ള വരം, അതായത് പ്രദർശനമാണ്, വരങ്ങൾ പ്രദർശനമാണ്. അപ്പോൾ ആ പ്രദർശനം അതിനകത്ത് തന്നെ ചിലപ്പോൾ പിശാച് കയറും. അതുകൊണ്ട് ഈ ഒരുപാട് വരങ്ങളുള്ളവർ, ഗ്രേസസ് ഉള്ളവർ അത് പറയരുതെന്ന് പറയും. പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ആ ശബ്ദ തരംഗങ്ങളിൽ കൂടി തന്നെ അത് പിശാച് അത് റിസീവ് ചെയ്തിട്ട് ആ വരത്തെ ഇല്ലാതാക്കുവാനുള്ള, അല്ലെങ്കിൽ ആ വരത്തിന്മേൽ പൈശാചികമായ ഒരു സാധ്യത, അല്ലെങ്കിൽ പൈശാചികമായ ഒരു സിഗ്നേച്ചർ അവനത് അവിടെ ഇടും. അപ്പോൾ എന്ത് സംഭവിക്കും? വരങ്ങൾ എന്തായിട്ട് മാറും? വരങ്ങൾ പൈശാചികൻ്റെ വ്യാപാര ശക്തിയുള്ള കൺട്രോളിലേക്ക് വരും. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ അപകടം സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കാര്യത്തിലാണ്. വളരെ എല്ലാ ആത്മീയരും വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പ്രസംഗിക്കുന്നത്, ഇപ്പോൾ വചനം പറയുന്നത് തന്നെ ഒരു വരമാണ്. ആ വരത്തിൽ പിശാച് കയറാം. നമ്മളതിനെപ്പറ്റി ബോധവാന്മാരായിരിക്കണം. അതിനാണ് ഡിസേണിങ് പവർ എന്ന് പറയുന്നത്, ഡിസേണിങ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ മാതാവിനുണ്ടായിരുന്നതുപോലെ മാതാവിൻ്റെ ഈ മധ്യസ്ഥയുടെ, അല്ലെങ്കിൽ ശൂന്യ പെരുന്നാളിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാതാവിനോട് അപേക്ഷിച്ച് നേടുവാനുള്ള ഒരു ആത്മീക നൽവരം അതാണ്. ദൈവമാതാവെ, വചനത്തെ ഉള്ളിൽ സംഗ്രഹിച്ച് ഡിസേണിങ് പവർ ഉണ്ടായി. എങ്ങനെയാണ് മാതാവിന് ഡിസേണിങ് പവർ ഉണ്ടായെന്ന് മനസ്സിലാകുന്നത്? അതറിയാമോ? മാതാവിന് എങ്ങനെയാണ് ഡിസേണിങ് പവർ ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നത്? അതായത് മാതാവിനെ വിളിക്കുന്നത് എന്താണ്? രണ്ടാം ഹവ്വ എന്നാണ്. രണ്ടാം ഹവ്വ, സെക്കൻഡ് ഈവ്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? ആദ്യ മാതാവായ ഹവ്വ പിശാചിനാൽ അവൾ സംഭാഷണം തുടങ്ങിയപ്പോൾ പിശാച് പറഞ്ഞത് ദൈവവചനം പറയുന്നത് പോലെയാണ്. ഇത് ഭക്ഷിച്ചാൽ എന്നെപ്പോലാവുന്നതാണ് പറഞ്ഞത്. അല്ല, പിന്നെ ആരെപ്പോലാവുന്ന പറഞ്ഞത്? ദൈവത്തെ പോലാകുമെന്നാണ് പറഞ്ഞത്. നിൻ്റെ സൃഷ്ടാവിനെ പോലെ ആകുമെന്നാണ് പറഞ്ഞത്. നല്ല കാര്യമല്ലേ? പക്ഷെ അതിനകത്തെ അപകടം ഹവ്വായ്ക്ക് പിടികിട്ടിയില്ല, ഡിസേൺമെൻ്റ് ഇല്ല. എന്നാൽ മാതാവിനോട് കർത്താവ് എന്താ പറഞ്ഞത്? അല്ലെങ്കിൽ ദൈവദൂതൻ എന്താ പറഞ്ഞത്? നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ഇവിടെ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കണം. ഹവ്വായോട് പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് സ്വീകരിക്കുവാൻ വളരെ എളുപ്പവും ഇഷ്ടവുമുള്ളൊരു കാര്യമാണ്. നീ ദൈവത്തെ പോലെ ആകുമെന്നാണ് പറഞ്ഞത്. നല്ല കാര്യമല്ലേ? അപ്പോൾ അത് ഉടനെ ഈ ഡിസേൺമെൻ്റ് അറിയാതെ പിശാചാണ്, അവൻ്റെ ഉള്ളിൽ അപകടമുണ്ട്, അവൻ്റെ ഉള്ളിൽ വിഷമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കാതെ അതിനെ അവൾ കർണത്താൽ ഏറ്റെടുത്തു. ആര്? ഹവ്വ. ആദിമാതാവും കേൾവിയാലാണ് ഇത് ഏറ്റെടുത്തത്. കേൾവി വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധ മാതാവും ദൈവദൂതൻ്റെ വചനിപ്പ് കേട്ടതെന്താ? ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവൾ ജന്മത്ത് വിചാരിച്ചിട്ടുള്ള കാര്യമല്ല. കാരണം ഒരു വ്രതസ്ഥയായി, കന്യകയായി ദേവാലയത്തിൽ കർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒരുവളാണ്. അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയെപ്പറ്റി ഒരു പഠനമുണ്ട്. അതായത് അവൾ വചനത്തിൽ നിറഞ്ഞിരുന്നവളായിരുന്നതുകൊണ്ട് ഒരു രക്ഷകൻ വരുമെന്ന് ഇവൾക്കറിയാമായിരുന്നു. അതും കന്യകയിൽ നിന്ന്. താൻ എന്തായാലും ആ കന്യക അല്ലെന്ന് അവൾ ഉറപ്പിച്ചു. കാരണം അവളുടെ എളിമ കൊണ്ടും അവളുടെ വിനയം കൊണ്ടും ഒരിക്കലും താനാവില്ല, അല്ലെങ്കിൽ താനൊരു മഹാഭാവിയാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി അനുതാപത്തോടെ ജീവിച്ചിരുന്ന അവൾക്ക് ഒരിക്കലും ഉള്ളിലൊരു ബോധ്യം ഉണ്ടായിരുന്നില്ല തന്നിൽ കൂടി ഇങ്ങനെ രക്ഷകൻ പിറക്കാനിരിക്കുന്നുവെന്ന്. എന്നാൽ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്താണെന്നറിയാമോ? അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, കർത്താവെ, നീ ഒരു കന്യകയുടെ ഉള്ളിൽ ജനിക്കുമെന്ന് വചനത്താൽ ഞാൻ തിരിച്ചറിയുന്നു. ആ കന്യകയെ ജീവിതാന്ത്യം ശുശ്രൂഷിപ്പാനുള്ള
ഭാഗ്യം എനിക്ക് നൽകണമേ എന്ന് മാതാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന് പിതാക്കന്മാരുടെ ഒരു പ്രാർത്ഥനകളിലും പഠിപ്പിക്കലിലും ഉണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നീങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഡിസേൺമെൻറ്റ് പവറിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ മാതാവിനോട് ദൂതൻ വന്ന് പറഞ്ഞത് എന്താണ്? നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞാൽ അവൾക്ക് ഒരു രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം വളരെ നെഗറ്റീവെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു വചനമാണ് പറഞ്ഞത്. ഹവ്വയോട് പറഞ്ഞതോ വളരെ പോസിറ്റീവെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വചനമാണ് പറഞ്ഞത്. എന്നാൽ ഇവളോട് വളരെ നെഗറ്റീവെന്ന് തോന്നിക്കുന്ന, അവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, അവൾക്കൊരു ജീവിതകാലത്ത് ഒരിക്കലും തൻ്റെ ബോധത്തിലേക്ക് സ്വീകരിക്കുവാൻ സാധ്യമല്ലാത്ത ഒരു വചനമാണ് കൊടുത്തത്. അതേസമയം ഹവ്വയോട് പറഞ്ഞത് ഉടനടി ഏറ്റെടുക്കുവാൻ സാധ്യത ഉള്ള ഒരു വചനമാണ്. നീ ദൈവത്തെ പോലെയാണ്, നല്ല കാര്യമാണ്. അവൾ അപ്പോഴേ അതങ്ങ് വിശ്വസിച്ച് ഏറ്റെടുത്തു. അവൾ വിശ്വസിച്ചത് സാത്താനിലാണെന്നുള്ള കാര്യം അവൾ അറിഞ്ഞില്ല എന്നുള്ളതാണ് ഡിസേൺമെൻറ്റ് പവർ ഇല്ല എന്ന് പറയുന്നത്. അതേസമയം മാതാവിനോട് നെഗറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിലും അവൾക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഇത് ദൈവത്താൽ ആണ് എന്ന് മനസ്സിലായത് ഈ പരിശുദ്ധാത്മാവ് വചനത്താൽ അവളെ അഭിഷേകം ചെയ്തുകൊണ്ടും അവളുടെ ആത്മാവിനെ സൃഷ്ടിച്ച കാലം മുതൽ ദൈവവുമായിട്ടുള്ള തൃത്വവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആത്മാവിലും, ജഡമായി ജനിച്ച ശേഷം ദേവാലയത്തിൽ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിച്ചതുകൊണ്ട്, വചനത്തിൽ കൂടി അവൾ വളർന്നുകൊണ്ട് തന്നെ ശുദ്ധീകരിച്ച് അവളിൽ കൂടി ഈ വചന സംഗ്രഹണം നടന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അവൾക്ക് ഡിസേൺമെൻറ്റ് പവർ ഉണ്ടായി. എന്താണിത് ഡിസേൺമെൻറ്റ് പവർ? ഇത് ദൈവത്തിൽ നിന്ന് തന്നെയാണ് എന്ന് അവൾക്കുള്ള ഡിസേൺമെൻറ്റ് ലഭിച്ചപ്പോഴാണ് അവൾ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത്. അവളും കർണത്താൽ അവനെ കൈക്കൊണ്ടുതരെ പേറി. അതാണ് കർണത്താൽ അവനെ കൈക്കൊണ്ടുതരെ പേറി. കേട്ടു, അത് ഏറ്റെടുത്തു, ഉള്ളിൽ സംഗ്രഹിച്ചു. ആ ഡിസേൺമെൻറ്റ് പവർ ഉണ്ടായിരുന്നുകൊണ്ട് അവൾക്ക് ആ സത്യം ബോധ്യപ്പെട്ടു. ഹവ്വായ്ക്ക് നഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ്. ഡിസേൺമെൻറ്റ് പവർ ഇല്ലാഞ്ഞതുകൊണ്ട് സാത്താനാണോ ഇത് പറയുന്നത്, ദൈവമാണോ ഇത് പറയുന്നതെന്നുള്ള വിവേചന നൽവരമില്ലാതെ പോയി. ഇത് കൃത്യമായ വിവേചന നൽവരം ഉള്ളതുകൊണ്ട് ഇത് ദൈവത്തിൽ നിന്ന് തന്നെയാണെന്ന് അവർക്ക് ബോധ്യമുണ്ടായതുകൊണ്ട് മാതാവ് അത് ഏറ്റെടുത്തുകൊണ്ട് വചനത്തെ ഉള്ളിൽ സംഗ്രഹിച്ചതിനാൽ 9 മാസം കഴിഞ്ഞപ്പോൾ അവൾ ഗർഭം ധരിച്ച് ദൈവത്തെ പ്രസവിച്ചു. യേശുവിനെയല്ല, ദൈവത്തെ പ്രസവിച്ചു. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, ദൈവത്തെ പെറ്റൊരു മാതാവാം മറിയാമേറ്റം വാഴ്വേറ്റോൾ, അല്ലേ? ദൈവത്തെ പെറ്റൊരു മാതാവാണ്. അത് യേശുവിനെ പെറ്റു എന്നുള്ളതല്ല, ദൈവത്തെ പെറ്റ മാതാവാണ്. ദൈവപുത്രനായവനെ പ്രസവിച്ചു. അപ്പോൾ ഇവിടെ 2-ാം വാക്യം ഇനി ശ്രദ്ധിച്ചുള്ളൂ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ കാര്യം, ഈ ഡിസേൺമെൻറ്റ് പവർ വരങ്ങൾ ഉള്ളവർ മനസ്സിലാക്കിക്കൊള്ളണം. വരങ്ങളുള്ളവർ. ഈ വരങ്ങളല്ല പ്രധാനം, ഫലമാണ്. എനിക്ക് ആ വരം ഉണ്ടായിരുന്നു, ഈ വരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, 2-ാമത്തെ വരവിൽ അനേകർ പറയും, കർത്താവെ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി എന്നൊക്കെ വലിയ വീമ്പൊക്കെ ഇളക്കുമ്പോൾ കർത്താവ് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഈ അറിവ് ദൈവവുമായിട്ടുള്ള കർത്താവുമായിട്ടുള്ള അറിവ് ബ്രാഞ്ചസ് മുന്തിരിവള്ളിയോട് ചേർന്നിരുന്ന് അഭിഷേകം പ്രാപിച്ച് അനുതാപത്തിൽ നീങ്ങിയാലേ അറിവ് വർദ്ധിക്കത്തുള്ളൂ. ചേർന്നിരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചേർന്നിരിക്കുന്ന ബ്രാഞ്ചസ് അഴുകി പോകത്തില്ലേ? കണ്ടിട്ടില്ലേ? സംഭവം ചേർന്നൊക്കെ ഇരിക്കുകയായിരിക്കും. ഇപ്പോൾ ഈ ചെടിയുടെ ഇത് ലൈവ് ചെടിയല്ലേ, ഇതിൽ അഴുക്കൊന്നുമില്ല, അല്ലെങ്കിൽ അഴുകിയതൊന്നുമില്ല. ഉണ്ട്, ഉണങ്ങിയതൊരെണ്ണം നിൽക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഇത് ചേർന്ന് വേരോടെ ചേർന്ന് നിൽക്കുകയാണ്. ഇതാണ്ട് ഇങ്ങനെ പറിച്ചെടുക്കാം. ഇതാണ്ട് ഇതെങ്ങനെ സംഭവിച്ചു? വേരിനോട് ചേർന്നല്ലേ നിന്നത്? ഈ ബ്രാഞ്ചസിനോട് ചേർന്ന് നിന്നാണ് നിൽക്കുന്നത്. ഇതാണ്ട് ഇത് ഈ ഭാഗം പച്ചയാണ്, പക്ഷേ ഇവിടെ അഴുകി. ഇതുപോലെയാണ് നമ്മൾ അഭിമാനിക്കും ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു, ഇന്ന വലിയ ഏറ്റവും മഹനീയമായ മഹിമയേറിയ ദേവാലയത്തിൻ്റെ അംഗത്വമുള്ള ആളാണ്, ഓർത്തഡോക്സുകാരനാണ്. എല്ലാ സഭക്കാരും അവരവരുടെ സഭയെപ്പറ്റി അഭിമാനിക്കുകയും വീമ്പിളക്കുകയും ജയ് വിളിക്കുകയും ഘോരം അഭിമാന പുരസ്കാരം നമ്മൾ നടക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ഡിസേൺമെൻറ്റ് പവർ തിരിച്ചറിയാതെ അഴുകുന്ന അവസ്ഥയിലേക്ക് അനുതാപമില്ലാത്ത ജീവിതത്തിൽ കൂടെ പോയാൽ വിശുദ്ധ സ്ഥലത്ത് അടിയുണ്ടാക്കും. അത് അച്ഛന്മാരാണെങ്കിലും ഉണ്ടാക്കും, ആരാണെങ്കിലും ഉണ്ടാക്കും. എന്തുകൊണ്ടാണ്?
ബ്രാഞ്ചസുമായിട്ട് ചേർന്നിരിക്കില്ല. അത് ചുമ്മാ ഇരുന്ന് ന്യായീകരിച്ചിട്ടൊന്നും കാര്യമില്ല. എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് അന്ത്യകാലമാണ്. എല്ലാവരും ചിന്തിച്ച് ദൈവസന്നിധിയിൽ അനുദപിച്ച് നീങ്ങാനുള്ള സമയമേ ഇനി നമ്മുടെ മുമ്പിലുള്ളൂ. വേറെ ഒന്നിനും സമയമില്ല. ഒന്നിനും ജയ് വിളിക്കാനും ഇംഗ്ലാ വിളിക്കാനും ഒന്നും ഇനി നമുക്ക് സമയമില്ല. നമുക്ക് അനുദപിച്ചാൽ നീ രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ അഭിഷേകം പ്രാപിച്ചാൽ ഇതിന് നമ്മളെ സഹായിക്കുന്നതാണ് സഹായകൻ പാറക്കിലീത്തോ. അതുകൊണ്ട് 2-ാം വാക്യം പറയുകയാണ്, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് പഠിക്കണം. ഇതിനെയാണ് പ്രൂണിങ്, ചെത്തി വെടിപ്പാക്കുന്നു, അല്ലേ? അപ്പോൾ മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുന്ന എല്ലാ ഫലങ്ങളും അല്ലെങ്കിൽ എല്ലാ ബ്രാഞ്ചുകളും ഫലം കായ്ക്കണമെന്നില്ല. അഴുകാതിരിക്കണമെങ്കിൽ എന്ത് വേണമെന്നാണ് പറഞ്ഞത്? അനുതാപമുള്ള ജീവിതവും വിശുദ്ധ ജീവിതവും ഉണ്ടെങ്കിൽ മാത്രമേ അഴുകാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ മാമോദീസയൊക്കെ മുങ്ങിയിട്ടുണ്ട്, വിശുദ്ധ കുർബാന അനുഭവിക്കുന്നുണ്ട്, പള്ളിയിലും പോകുന്നുണ്ട്, പ്രാർത്ഥനയോഗത്തിനും പോകുന്നുണ്ട്, പള്ളി ട്രസ്റ്റി ആയിട്ടിരുന്നുണ്ട്, വികാരി സ്ഥാനമാണ്, വചനവും പ്രസംഗിക്കുന്നുണ്ട്, പക്ഷേ അഴുകിയിരിക്കുക. അങ്ങനെ സംഭവിക്കാം. അഴുകിയിരിക്കുക എന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നത് അനുതാപമില്ലാത്തതുകൊണ്ടാണ്, വിശുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ്. വിശുദ്ധിയുള്ളിടത്ത് അനുതാപമുണ്ട്, അനുതാപമുള്ളിടത്ത് വിശുദ്ധിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും ദൈവസന്നിധിയിലും കുമ്പസാരിക്കണം. പറ്റുമെങ്കിൽ ദേവാലയത്തിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും 3 ആഴ്ച കൂടുമ്പോഴെങ്കിലും പോയി കുമ്പസാരിച്ച് നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. നമ്മളെ ഉള്ളിൽ നമ്മൾ ശുദ്ധീകരണത്തിൻ്റെ അനുഭവം ഉണ്ടാക്കണം. അല്ലാതെ എവിടെയോ എന്തോ ഒരു കാര്യം സംഭവിച്ചു പോയി ഇനി ഞാൻ കുമ്പസാരിക്കത്തില്ല, പള്ളിയിലൊരു പ്രശ്നം ഉണ്ടായിപ്പോയി ഇനി ഞാൻ പള്ളിയിൽ പോയില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മളിൽ കൊണ്ടുവരുന്ന ചില അബദ്ധ ചിന്തകളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഇതുപോലെ ചെന്നപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ ഇനി പള്ളിയിൽ പോയില്ലെന്ന് പറഞ്ഞു. മേലെ പള്ളിയിൽ പോയില്ല. എന്തുകൊണ്ടാണ്? പള്ളിയിൽ ചില പ്രശ്നങ്ങളുണ്ടായി, അദ്ദേഹത്തിന് കിട്ടേണ്ട സ്ഥാനങ്ങളൊന്നും കൊടുത്തില്ല. എല്ലാവരും നമുക്ക് ഈ സ്ഥാനങ്ങൾ കിട്ടിയില്ലെങ്കിൽ വിഷമിക്കുക. എന്തിനാണ് വിഷമിക്കുന്നത്? ദൈവം തരാത്ത ഒരു സ്ഥാനവും നമുക്ക് വേണ്ട. ആകെപ്പാടെ കുറച്ച് കാലം മാത്രം നമ്മളിവിടെ ഉണ്ട്. നമ്മൾ മരണത്തിന് ഒരുങ്ങണം, മരണത്തെപ്പറ്റി ചിന്തിക്കണം. അത് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. കർത്താവിൻ്റെ വര, അവനെ കാണാനുള്ള ആഗ്രഹം. എൻ്റെ കർത്താവിനെ നമ്മൾ ആരെയൊക്കെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നതും നമ്മൾ ധ്യാനിച്ചുകൊണ്ട് നടക്കുന്നതും ചിന്തിച്ചുകൊണ്ട് നടക്കുന്നതും അവനെ ഒന്ന് കാണണ്ടേ? അതിന് ഏറ്റവും എളുപ്പം ഈ ശരീരം വിടുക എന്നുള്ളതാണ്. അപ്പം മരണത്തെ നമ്മൾ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നവൻ ഈ ലോകത്തിലെ എന്ത് സ്ഥാനമാണ് വേണ്ടിയത്? അത് ആത്മീയ സ്ഥാനങ്ങളായാലും കൊള്ളാം. ഒന്നിനും നമ്മൾ അടിമപ്പെട്ടു പോരുത്. നമ്മൾ ഒരു സ്ഥാനവും നമ്മളെ വിഷമസംഗതിയിലേക്ക് ആക്കരുത്. അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ അതൊരു അശുദ്ധാത്മാവിൻ്റെ വ്യാപാരമാണ്. അപ്പോൾ നമ്മൾ ചെറിയ തോതിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ബാധിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ട് അനുദപിച്ച് നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. അപ്പോൾ ഇവിടെ പറയുകയാണ്, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നവയൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തിപിടിപ്പാക്കുന്നു. 2 ടൈപ്പിലുള്ള പ്രൂണിങ്ങാണ്. ഒന്ന് വെട്ടിക്കളയാണ്, മറ്റേത് പ്രൂണിങ്ങാണ്. അപ്പോൾ ഇത് കാര്യം മനസ്സിലാക്കണം, വളരെ വൃത്തിയായിട്ട് പഠിക്കേണ്ടതാണ്. പലരുടെയും ഒരു ചോദ്യത്തിന് ഉത്തരം ഇവിടെ ഉണ്ട്, അതിലേക്ക് വരാം. പലരും ചോദിക്കും, വൈ ദിസ് ടു മീ, എനിക്ക് എന്തുകൊണ്ടാണ് ഇത് പറ്റിയത്? അതിന് ഉത്തരം ഇവിടെ കിടപ്പുണ്ട്. പക്ഷേ പരിശുദ്ധാത്മ നമ്മൾ കാണിച്ചു തരണം. ഇത് ചുമ്മാ വായിച്ചു പോയാലൊന്നും കിട്ടുകയില്ല. നമ്മളവിടെ കുത്തിയിരുന്ന് കർത്താവെ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ, അല്ലേ? യെശയ്യാ 34:16 യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ, അതിലൊന്നും കാണാതിരിക്കില്ല, അതിനൊന്നിനും ഇണ കിട്ടാതിരിക്കില്ല. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിക്കാമോ? യെശയ്യാവ് ഐസയ 34:16 യഹോവയുടെ പുസ്തകത്തിൽ Seek and read from the book of the Lord. Not one of these shall be missing, none shall be without its mate. അതെ, ഒന്നും കാണാതിരിക്കില്ലെന്നാണ്. അപ്പോൾ നമ്മളത് ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുത്തുന്ന റെവലേഷൻസ്, നമുക്ക് തന്നെയായിട്ടുള്ള റെവലേഷൻസ് കർത്താവ് ഇതിനകത്ത് കിടപ്പുണ്ട്. യെശയ്യാവ് 45 പറയുന്നുണ്ടല്ലേ, 3-ാം വാക്യം, ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. അത് നിനക്കാണ് തരുന്നത്. അല്ല പഴയ പിതാക്കന്മാരെല്ലാം എഴുതിയിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അത് അവർക്ക് ലഭിച്ചു, അവർ നമുക്ക് വേണ്ടി ഒരു വലിയ അസറ്റായിട്ട് തന്നു. പക്ഷെ നമ്മളതിനെ ധ്യാനിച്ച് അതിനകത്തുള്ള വേറെ മർമ്മങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും, അല്ലേ? 45:3 വായിച്ചേ ഐസയ.
I will give you the treasure of darkness and riches hidden in secret place. അതാണ് that ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും തരുമെന്നാണ്. അകത്ത് കിടപ്പുണ്ട് മിസ്റ്ററീസ് ഓഫ് ഗോഡ്. ദാറ്റ് ഷുഡ് ബി റിവീൽഡ്. ഗാഡ് ഈസ് റെഡി ടു റിവീൽ എവറിതിങ് ദോസ് ഹു സീക്ക് ഫോർ ഇറ്റ്. അതിനെ അന്വേഷിക്കും. അതാണ് കർത്താവ് പറയുന്നത്, അന്വേഷിപ്പിൻ കണ്ടെത്തും. എന്തന്വേഷിക്കാനാണ്? എല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ഭൗതിക കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക, അതൊന്നുമല്ല. ആത്മീക കാര്യങ്ങൾ അന്വേഷിക്കുക. ഒരു സ്ത്രീ തൻ്റെ ഒരു നാണയം നഷ്ടപ്പെട്ടു. അത് കണ്ടു കിട്ടും വരെ അവൾ അസ്വസ്ഥയായ വീട് മുഴുവനും തിരഞ്ഞു. ആ ഒരു നാണയം ക്രിസ്തുവാണ് ആ നാണയം. മനസ്സിലായില്ലേ? അപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തുക. അപ്പോൾ ഇവിടെ നമുക്കൊരു ചോദ്യമുണ്ട് ഇവിടെ, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിന് വേണ്ടി നടന്നു, അപ്പോൾ ഈ കർത്താവ് എന്നോട് എന്താണ് ഇങ്ങനെ ചെയ്തത് എന്നൊരു ചോദ്യം പലർക്കും ഉണ്ട്. നമ്മൾ വളരെ ആത്മീകരെന്ന് വിചാരിക്കുന്നവർ പോലും വളരെ ശക്തമായ വചനം ധ്യാനിച്ച് വിശുദ്ധ കുർബാനയൊക്കെ ചൊല്ലിച്ച് ജീവിക്കുന്ന അനേക വിശ്വാസികളിൽ ചിലപ്പോൾ ഒരു ഇടർച്ച പറ്റുമ്പോൾ ദൈവം തള്ളിക്കളഞ്ഞതുപോലെ തോന്നി ആ വിശ്വാസത്തെയും വിട്ട് ദൈവത്തെ ഉപേക്ഷിക്കുക. ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞില്ല, അതിൻ്റെ പൂർത്തീകരിച്ചില്ല എന്ന് തോന്നുന്നു, വേറെ സബ്ജക്റ്റിലേക്ക് കയറിപ്പോയി കാണും. അതായത് ഒരാൾ പള്ളിയിൽ പോകണ്ടെന്നങ്ങ് തീരുമാനിക്കുക. കാരണം പള്ളിയിൽ ചില തിക്താനുഭവങ്ങളുണ്ടായി. പള്ളിയിൽ പോകാതിരിക്കാം, പക്ഷേ പ്രൊവൈഡഡ് യു വിൽ ഹാവ് ദ ഫെസിലിറ്റി. ഹീ സെഡ് ഹീ വിൽ ബി പ്രേയിങ് ഓൺ എവറി സൺഡേസ് അറ്റ് ഹിസ് ഹോം ഇൻ എ സ്പെഷ്യൽ റൂം. ദാറ്റ് വാസ് എ പ്രോമിസ് he told me. ഞാൻ പറഞ്ഞു, you can do that, no problem, provided you can make the body and blood of Christ here in this room. അതവിടെ പറ്റില്ല. അത് ദേവാലയത്തിൽ പരിശുദ്ധ ബലിപീഠത്തിൻ്റെ മുമ്പിലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ദേവാലയത്തിൽ നമ്മളോട് എന്തെങ്കിലും ഇടർച്ചയോ അസഹിഷ്ണുതയോ ദേവാലയം തന്നെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പോകാതിരിക്കുന്നതല്ല അതിൻ്റെ പ്രതിവിധി. അങ്ങനെയാണ് എല്ലാ വിശ്വാസികളെ പിശാച് താർക്കുന്നത്. അങ്ങനെയാണ് അവൻ്റെ വിശ്വാസത്തിന് ഇടങ്കോലിട്ടിട്ട് വിശ്വാസത്തെ തകർത്ത് കളയുക, കർത്താവിനോടുള്ള സ്നേഹബന്ധം ഇല്ലാതാക്കി കളയുക. അപ്പോൾ അതിനുള്ളൊരു ഉത്തരം ഇവിടെ ഉണ്ട്, നമുക്ക് നോക്കാം അതെങ്ങനെയാണ്. അപ്പോൾ ഇവിടെ വായിച്ചു നോക്കിയേ, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെ അവൻ നീക്കിക്കളയുന്നു. അപ്പോൾ നീക്കിക്കളയുന്ന കൊമ്പ് ഒന്ന്. പിന്നെന്താണ്? അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഇതാണൊന്ന്. ഈ ചെത്തി വെടിപ്പാക്കലിൽ തന്നെ വേറൊരു ഡിവിഷനും കൂടെ ഉണ്ട്. അതുമാണ് നമ്മൾ പഠിക്കേണ്ടത്. അതായത് ഇവിടെ വായിച്ചു നോക്കുമ്പോൾ രണ്ടെണ്ണേ കാണത്തുള്ളൂ, പക്ഷേ അതിനകത്ത് വേറൊന്നും കൂടെ കിടപ്പുണ്ട്. അത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. നമുക്കൊരു മാനുഷികമായ വേദനകളൊക്കെ ജീവിതത്തിലുണ്ട്. ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നവന് പോലും മുറിവുകൾ വരുമ്പോൾ അവൻ പല നിസ്സഹായകമായ അല്ലെങ്കിൽ വളരെ നിഷേധാത്മകമായ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ 2 ടൈപ്പ് പ്രൂണിങ് കാണുന്നുണ്ടെങ്കിലും രണ്ടാമത്തെ ടൈപ്പിൽ ഒരു സെപ്പറേറ്റ് പ്രൂണിങ് കൂടെ കിടപ്പുണ്ട്. അതെന്താണെന്ന് നമുക്കിപ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് ഇന്നത്തെ ഈ നമുക്ക് ധ്യാനചിന്തകൾ അവസാനിപ്പിക്കാം. ഫലം കായ്ക്കാത്തവ വെട്ടിക്കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും എന്താ വെട്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് അതിനും ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. പിതാവ് പറഞ്ഞു മരം വെട്ടിക്കളഞ്ഞേക്കാൻ പറഞ്ഞു. കർത്താവ് ഇപ്പോഴും നമുക്ക് മധ്യസ്ഥനായി നിന്നുകൊണ്ട് പിതാവിനോട് അപേക്ഷിക്കുന്നതാണ്, അപ്പാ 1 കൊല്ലം കൂടെ നിൽക്കട്ടെ, ഫലം കായ്ക്കുമോ എന്ന് നോക്കാം. വരങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നല്ല, പിന്നെന്താണ്, ഫലം കായ്ക്കുന്നോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. ഇങ്ങനെ ഓരോ വർഷവും കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിതാവിൻ്റെ സന്നിധിയിൽ ഏകമധ്യസ്ഥനായി നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതാണ് കാര്യസ്ഥൻ. മറ്റൊരു കാര്യസ്ഥനായി നമുക്ക് വേണ്ടി നിന്നുകൊണ്ട് അവൻ പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്തുകൊണ്ട് കാൺമീൻ നാം ദൈവമക്കൾ എന്നുള്ള അവകാശം നമുക്ക് എല്ലാ തവണയും തന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് വേണ്ടി കർത്താവ് അനുദപിക്കുകയാണെന്ന് സാരം. അനുദപിക്കാത്ത പാപിക്ക് വേണ്ടി കർത്താവ് അനുദപിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കാത്ത പാപിക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ശീമോനെ ഗോതമ്പ് പാറ്റുന്ന പോലെ നിന്നെ പാറ്റുവാൻ സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആര് പ്രാർത്ഥിച്ചു?
കർത്താവ് പ്രാർത്ഥിച്ചു. അതിനപ്പുറം ഒരു പ്രാർത്ഥനയില്ല. ആരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഒരു വലിയ പ്രാർത്ഥന ആരാകുന്നോ അവൻ തന്നെയുണ്ട്. ആരോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു അവൻ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ സൗഭാഗ്യത്തിലും കൂടെയാണ് നമ്മൾ. ഒരു കാലത്ത് എൻ്റെ ഒരു വിഷമമായിരുന്നത്, ആരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനില്ലല്ലോ. അപ്പം കർത്താവ് തന്നെ പറഞ്ഞു, ഞാനുണ്ട്, പിന്നെന്തിനാണ് വിഷമിക്കുന്നത്, ഞാനാണ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതിനുശേഷം എന്നോട് പലരും പറയാൻ തുടങ്ങി, ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എങ്ങനെ പറയാൻ തുടങ്ങി. അതായത് കർത്താവാണ് ഇതിൻ്റെ എല്ലാം ഉടയവൻ, പിതാവാണ് തോട്ടക്കാരൻ, പരിശുദ്ധാത്മാവാണ് നിയന്ത്രിതാവ്, സകലത്തെയും പരിപാലിക്കുന്നവൻ, അല്ലെങ്കിൽ സകലത്തിനും ജീവൻ നൽകുന്നവൻ, അതായത് ആ ജലാംശം ഒഴുക്കി ബ്രാഞ്ചസിലേക്ക് എത്തിക്കുന്നവൻ. ഇവിടെ നോക്കുക, അപ്പോൾ വെട്ടിക്കളയും. ആരെ വെട്ടിക്കളയും? ഫലം ഒട്ടും കായ്ച്ചില്ലെങ്കിൽ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ വെട്ടിക്കളയും. മോക്കും എത്രയും അവനെ അനുദപിച്ച് തിരിച്ചു കൊണ്ടുവരാനായിട്ട് കർത്താവ് ആഗ്രഹിച്ച് കൊണ്ടുവരുമ്പോൾ, അത് ശ്രമിക്കുമ്പോൾ ഒട്ടും വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ പിശാചിൻ്റേതായിപ്പോകും. കാരണം നമ്മൾ ആരുടെ കൂടെ വസിച്ച് പാപം ചെയ്തുകൊണ്ട് ജീവിക്കുന്നുവോ ആ പാപത്തിൻ്റെ സകല എനർജി വ്യാപാരങ്ങളും നമ്മുടെ ശരീരത്തിലും ആത്മാവിലും പ്രവേശിച്ച് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രതിരൂപമായിട്ട് മാറുവാണ്. ക്രിസ്തുവിനെ നോക്കുന്നവൻ ക്രിസ്തുവിൻ്റെ പ്രതിമയായിട്ട് മാറുന്ന പോലെ പിശാചിൻ്റെ പ്രവൃത്തികൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ പിശാചിൻ്റെ പ്രതിമയായിട്ട് മാറുകയാണ്. സംശയം വല്ലതും ഉണ്ടോ? ഒരു സംശയം വേണ്ട. അങ്ങനെയുള്ളവനോടാണ് കർത്താവ് വെളിപാട് പുസ്തകത്തിൽ ഈ വാക്യം പറയുന്നത്, അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ എന്ത് ചെയ്യട്ടെ, ഇനി അഴുക്കാടട്ടെ. പിന്നെന്ത് ചെയ്യണം? 22 അധ്യായം എടുക്കൂ, വെളിപാട് പുസ്തകം 22:11. റെവലേഷൻസ് ചാപ്റ്റർ 22:11. അവിടെ നിന്നാണ് എഴുതിയിരിക്കുന്നത്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. വെളിപാട് പുസ്തകം 22 അധ്യായം 11 വാക്യമാണ്. 22:11. Let the evildoer still do evil, and the filthy still be filthy, and the righteous still do right, and the holy still be holy. And the holy still be holy. The righteous do the righteousness എന്നാണ്, righteous things. ദാനിയേലിൻ്റെ പുസ്തകം 12:10 ഈ കാര്യം തന്നെ പറയുന്നുണ്ട്. വായിക്കണ്ട. ദാനിയേലിൻ്റെ പുസ്തകം 12:10 ഈ കാര്യം തന്നെ പറയുന്നുണ്ട്. പിശാചിൻ്റെ പ്രതിമയായി കഴിഞ്ഞാൽ സാത്താൻ്റെ കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും പറയുകയും കാണുകയും മണപ്പിക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവൻ്റെ പ്രതിമയായിപ്പോവും. അങ്ങനെയുള്ളവനെ ഈ മുന്തിരിവള്ളിയോട് ചേർത്ത് വയ്ക്കാൻ പറ്റില്ല. അവനെ അങ്ങ് വെട്ടിക്കളയും. ജീവനൊക്കെ ഉണ്ടാവും, അന്ത്യനാളിലേക്ക് അവൻ്റെ ജീവനും ശേഷിപ്പിക്കും, പക്ഷേ ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഇനിയും കായ്ക്കുന്നവയോ അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കുന്നു. അവിടെയാണ് നമ്മൾ കർത്താവിൽ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ ഫലം കായ്ക്കുവാൻ വേണ്ടി കർത്താവ് പ്രൂണിങ് നടത്തുന്നത്. അത് നടത്തിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, ആ കഷ്ടത പ്രൂണിങ്ങാണ്. ആ പ്രൂണിങ് തൻ്റെ ശരീരത്തിൽ തന്നെ താൻ കാണിച്ചു തന്നു. അതാവശ്യമില്ലായിരുന്നിട്ടും കർത്താവിന് തന്നെ തന്നെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ തന്നെ തന്നെ പ്രൂൺ ചെയ്തു. തൻ്റെ ശരീരത്തെ തന്നെ കർത്താവ് എന്ത് ചെയ്തു? പ്രൂൺ ചെയ്തു. എന്നിട്ട് ഉയർപ്പിൽ കാണിച്ചു കൊടുത്തു. ഇപ്പോഴുള്ള ശരീരമല്ല ഇനി ഉയർപ്പിലുള്ളത്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? പ്രൂണിങ് നടന്നുകൊണ്ടാണ്. എവിടെ നടന്നു? കർത്താവിന് ശരീരത്തിൽ തന്നെ പ്രൂണിങ് നടന്നു. ആര് നടത്തി? കർത്താവ് തന്നെ നടത്തി. ആവശ്യമുണ്ടായിരുന്നോ? ഇല്ല. ആർക്ക് വേണ്ടി ചെയ്തു? നമ്മളെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി കർത്താവ് തൻ്റെ ശരീരത്തിൽ പ്രൂണിങ് നടത്തിയിട്ട് ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ പ്രൂണിങ് നടത്തുന്നത് എന്തിനാണ്? ഉയർത്തെഴുന്നേൽക്കാനാണ്. അത് ചിലപ്പോൾ താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കർത്താവ് അങ്ങനെയാണ് കാണിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസ്ലീഹയുടെ ലേഖനത്തിലുണ്ടായ കാര്യം, ക്രിസ്തു കഷ്ടം അനുഭവിച്ച് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി നമുക്കൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു എന്നാണ്. മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അപ്പോൾ കാൽവറിയിൽ എന്താണ്? ഒരു പ്രൂണിങ് ആണ്. പ്രൂണിങ് എന്ന് പറഞ്ഞാൽ അത് ജീവൻ വരെ കളയുന്ന അവസ്ഥയിലുള്ള ഒരു തലത്തിലാണ്. അപ്പോൾ ഫലം കായ്ക്കുന്നവരിൽ
ഈ പ്രൂണിങ് ഉണ്ട്, എല്ലാവരിലും കാണും. അതുകൊണ്ട് ഞാൻ ഫലം കായ്ച്ചുകൊണ്ടിരുന്നു. എന്തുകൊണ്ട്? വൈ ദിസ് ടു മീ എന്നുള്ള ചോദ്യത്തിന് ജീസസ് ലവിങ് യു സോ മച്ച് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. You can feel the presence of Jesus Christ when you are in a turmoil situation. തീച്ചുളയിൽ ഷീമ നമസ്കാരം ഇവിടെ ഇരിപ്പുണ്ടോ? ഷീമ നമസ്കാരം. നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? തീച്ചുളയിൽ ഹാനനിയാദ്യന്മാർ കയറിയപ്പോൾ എന്താണ് നമ്മൾ പാടുന്നത്? 4ാമതൊരാളായി അവനെ കണ്ടു എന്നല്ലേ? ആ പതിവിനകത്തുണ്ട്. നമുക്ക് എടുക്കാനൊന്നും സമയമില്ല, നമുക്കതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. തിന്മകളാലെ തീയിൽ വീണാൽ കാണണമേ ഞാൻ നിന്നെ 4ാം ആളായി ഹാനനിയാദ്യന്മാരെ പോൽ എന്നൊരു പാട്ട് നമ്മൾ പാടാറുണ്ടല്ലേ? അപ്പോൾ തീച്ചൂളയിൽ ഹാനനിയാദ്യന്മാർ വീണപ്പോൾ, ശദ്രക് മേശക് അബേദ്നഗോ അവിടെ വീണപ്പോൾ, നെബൂഖദ്നേസർ കാണുന്നത് 3 പേരെയല്ല 4 പേരെയാണ്. 4ാമതൊരാൾ, അതാണ് കർത്താവ്. അപ്പോൾ തീച്ചൂളയിൽ ഇവൻ കൂടുണ്ട്. ഇത് തിരിച്ചറിയാനും ചിലപ്പോൾ കർത്താവിൻ്റെ സാമീപ്യം നമുക്ക് ഏറ്റവും കൂടുതൽ അടുത്തറിയാൻ പറ്റുന്നത് മരുഭൂമിയിലാണ്. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഹൃദ്യമായ അവളോട് സംസാരിക്കുമെന്ന് ഹോശേയ 2:14 പറഞ്ഞിരിക്കുന്നത് പോലെ ആ തീച്ചൂളയുടെ അനുഭവം നമ്മളെ വിശുദ്ധീകരിച്ച് എല്ലാവർക്കും ദൈവമക്കളായിരിക്കുന്നുവോ, കർത്താവിൻ്റെ ബ്രാഞ്ചസിനോട് കർത്താവിൻ്റെ മുന്തിരിവള്ളിയോട് ചേർന്ന് ബ്രാഞ്ചസ് ആയിരിക്കുന്നവരെല്ലാം കർത്താവ് പ്രൂൺ ചെയ്യുന്ന അല്പം വേദനയാണ്. ആ വേദനയിൽ നമുക്ക് വലിയൊരു പ്രത്യാശയുടെ ഉയർപ്പുണ്ട്. മഹത്വത്തിൻ്റെ കിരീടത്തിൻ്റെ തേജസ് വർദ്ധിക്കും. തേജസ് വർദ്ധിപ്പിക്കാനായിട്ട് ഈ പ്രൂണിങ്ങിന് നമ്മൾ കർത്താവിനോട് ചേർന്ന്, കർത്താവിൻ്റെ കുരിശിനോട് ചേർന്ന് തന്നെ ആലിംഗനം ചെയ്തുകൊണ്ട് നിന്നാൽ നമ്മളുടെ തേജസ് വർദ്ധിച്ച് കർത്താവ് നമ്മളെ അധിക ഫലം, അതാണ് അധിക ഫലം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു വിശ്വാസി ഫലം കായ്ച്ചാൽ മാത്രം പോരാ, പിന്നെന്ത് ചെയ്യണം? പിന്നെന്താണ് ഇതിൻ്റെ ഈ വാക്കെന്താണ് ഞാൻ പറഞ്ഞത്? അധിക ഫലം കായ്ക്കണം. അധിക ഫലം കായ്ക്കുവാൻ വേണ്ടി നമ്മൾ ഈ പ്രൂണിങ്ങിന് നമ്മളെ തന്നെ സമർപ്പിച്ച് കൊടുത്തെങ്കിലേ സാധ്യമാകത്തുള്ളൂ. പ്രൂണിങ്ങിന് നമുക്ക് വിട്ടുകൊടുത്തേക്കണം. അത് വേദനയാണ്, ചെറിയ വേദനയൊന്നും അല്ലത്, താങ്ങാൻ പറ്റത്തില്ല. ചുടുകണ്ണീർ ധാരധാരയായി കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങി ഇവിടം പൊള്ളിപ്പോ. ഹൃദയവേദന. കർത്താവ് തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഹൃദയം മനോഭാരത്താൽ വേദനപ്പെടുന്നു. ദൈവപുത്രൻ അതാണ് അനുഭവമെങ്കിൽ. എന്നിട്ട് രക്തം വേർപ്പ് തുള്ളി പോലെ ശരീരത്തിൽ നിന്ന് ധാരധാരയായി ഒഴുകി ഗെത്സമനയിൽ വീണു. കർത്താവിൻ്റെ രക്തം ആദ്യം വീണത് ഗെത്സമനയിലാണ്, അല്ലാതെ കാൽവറി ക്രൂശിലല്ല. ഒരു മനുഷ്യൻ്റെ മാനസിക ആകുലതയും വേദനയും പിരിമുറുക്കവും കാരണം വേർപ്പ് തുള്ളികൾ പോലെ രക്തം ശരീരത്തിൽ നിന്ന് ഒഴുകിത്തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വേദനയുടെ കാഠിന്യം നമുക്കാർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇന്നേ വരെ ഒരു മനുഷ്യനും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, കർത്താവിനല്ലാതെ. അപ്പോൾ ഏറ്റവും തീവ്രമായ വേദന തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി യാഗമായവനാണ്. അപ്പം അവനോട് ചേർന്ന് അവൻ നമ്മെ പ്രൂൺ ചെയ്യുമ്പോൾ സാരമില്ല, ഐ ആം വിത്ത് യു. അതായത് ഒരു വലിയ തീവ്രമായ ഓപ്പറേഷൻ നമ്മൾ വിധേയമാകുകയാണെന്ന് വിചാരിക്കുക. വെരി സീരിയസ് ഓപ്പറേഷൻ. നോബഡി ഈസ് വിത്ത് യു എന്ന് വിചാരിക്കുക. നോ വൺ ഈസ് വിത്ത് യു ആൻഡ് യു ആർ ഇൻ എ സ്റ്റേറ്റ് വെയർ യു കനോട്ട് ബി ഗിവൺ അനസ്തേഷ്യ തരാൻ പറ്റത്തില്ല. ഈ വേദന എടുക്കാതെ ജീവൻ തിരിച്ച് കിട്ടത്തില്ലെന്ന് വിചാരിക്കുക. ഓപ്പറേഷൻ ചെയ്യുന്ന ആരാണെന്നറിയാമോ? ഈ കിടക്കുന്ന രോഗിയുടെ അപ്പനാണ് എന്ന് വിചാരിക്കുക. ഇതാണ് അവസ്ഥ. അപ്പോൾ ആ അപ്പൻ ചിരിച്ചുകൊണ്ട് ആണോ ഇത് ചെയ്യുന്നത്? അല്ല. ആ ജീവൻ കൊടുക്കുവാൻ വേണ്ടി ആ അപ്പൻ വേദനയോടെയാണ് ചെയ്യുന്നത്. നമുക്കൊരു പ്രയാസം വരുമ്പോൾ കർത്താവ് ദൂരെ മാറിയെന്ന് അവൻ അനുഭവിച്ചോട്ടെ എന്ന് വിചാരിക്കുകയല്ല. പുറത്ത് അവൻ കണ്ണുനീരോടുകൂടി എൻ്റെ കുഞ്ഞ് വേദന അനുഭവിക്കുന്നല്ലോ എന്ന് ഓർത്ത് കാത്തിരിക്കുന്നുണ്ട്. എന്തിനാണ്? അധിക ഫലം കായ്ക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇതിനകത്ത് മറ്റൊരു പ്രൂണിങ് കൂടെ ഉണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റോമർക്ക് എഴുതിയ ലേഖനം പഠിച്ചപ്പോൾ അത് സൂക്ഷ്മമായി പഠിച്ചവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാകും. അതായത് ദൈവമക്കളാണ്. ആ ദൈവമക്കൾ
നശിച്ചു പോയിരിക്കുന്നു. ഇസ്രായേൽ ജനം നശിച്ചു പോയെന്ന് വിചാരിക്കുക. പക്ഷേ ഇവരുടെ പിതാക്കന്മാരുടെയും അതുപോലെ പലരുടെയും പ്രാർത്ഥനകൾ ഇവർക്ക് വേണ്ടി നിക്ഷേപിക്കപ്പെട്ട് കിടപ്പുണ്ട്. അങ്ങനെയുള്ളവരെ ദൈവം വിടത്തില്ല. അങ്ങനെയുള്ളവരെ വിടത്തില്ല. നമ്മൾ ദൈവ വഴിയിൽ നിന്ന് മാറിപ്പോയി. എന്നാൽ നമുക്ക് വേണ്ടി വലിയ നിക്ഷേപത്തിൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഒരു സംഭാരം തന്നെ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ കാൽവറി യാഗവും അതിനേക്കാളൊക്കെ ഉപരിയായി നമുക്ക് വേണ്ടി കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവനെ ദൈവം എത്ര അഴുക്കാണെങ്കിലും വിടത്തില്ല. അവനെ പിന്നെ എന്ത് ചെയ്യുമെന്നറിയാമോ? ആ പ്രൂണിങ് ഇച്ചിരൂടെ കട്ടിയുള്ളതാണ്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാണ്. വേറെ നിവൃത്തിയില്ല. അവനെ കർത്താവിൻ്റെ രക്ഷയുടെ ദിവസത്തിലേക്ക് അവനെ തിരിച്ച് എടുക്കേണ്ടതിന് സാത്താന് ഏൽപ്പിച്ചു കൊടുക്കും. 1 കൊരിന്ത്യർ 5 എടുക്കൂ. 1 കൊരിന്ത്യർ 5. നേരത്തെ ഇതൊക്കെ ഒത്തിരി പറഞ്ഞു തന്നിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാൽ ഇവിടെ ഇരിക്കുന്നവർക്ക് അത് ചിലപ്പോൾ പുതിയൊരു കാര്യമായതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. 1 കൊരിന്ത്യർ 5-ാം അധ്യായം. അവിടെ ദുർനടപ്പ് ചെയ്ത ഒരു മനുഷ്യനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്. ഞാൻ 1 കൊരിന്ത്യർ 5-1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ഞാൻ ആദ്യം മലയാളത്തിൽ ഒന്ന് വായിക്കാം, അല്ലെങ്കിൽ യു റീഡ് ഇൻ ഇംഗ്ലീഷ് ഫസ്റ്റ്. Barak more, it is actually reported that there is a sexual immorality among you. സെക്ഷൽ ഇമ്മോറാലിറ്റി, അതാണ് വിഷയം. വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണത്, അന്നും ഇന്നും. ഓക്കെ. And of a kind that is not found even among pagans. For a man is living with his father's wife, and you are arrogant. Should you not rather have mourned, so that he who was done this would have been removed from among you? For though absent in body, I am present in spirit, and as if present, I have already pronounced judgment in the name of the Lord Jesus on the man who has done such a thing. When you are assembled. What is the sentence you just read now? When you are assembled. ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താന് ഏൽപ്പിച്ചിരിക്കുന്നു. ദുർനടപ്പുള്ളവനെ വീണ്ടെടുക്കുവാൻ വേണ്ടി പൗലോസ്ലീഹ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനത്തിൽ ഒരുപാട് കാര്യങ്ങൾ വിശദമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, പിശാചിൻ്റെ ഏജൻസിക്ക്. എന്തിനാണ്? അവനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാണ്. അതിൽ കൂടി അവൻ അത് പഠിച്ചിട്ട് തിരിച്ചു വരണം. പക്ഷേ ഇവിടെ ഒരു ചെറിയ അപകടം കൂടെ കിടപ്പുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ ആ തീച്ചൂള ചിലപ്പോൾ താങ്ങാൻ പറ്റാതെ തീർത്തും നമ്മൾ വിശ്വാസത്തിൽ നിന്ന് മറിഞ്ഞ് താഴെ പോയി അധപ്പതിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത്? അയ്യം വിളിക്കണമെന്ന് പറയാം. അയ്യം വിളിക്കണം. യോന വിളിച്ചതുപോലെ, കർത്താവെ രക്ഷിക്കണമേ, നിലയില്ലാത്ത വെള്ളത്തിൽ ഞാൻ താന്നു പോവുകയാണ്. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിലിൽ നിൻ്റെ കൈനീട്ടി നിന്ന് നീ എന്നെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കോരഹപുത്രന്മാരെ ഭൂമി വിഴുങ്ങി അവരെ നശിപ്പിക്കുവാൻ ചെന്നപ്പോൾ ദൈവം കോരഹപുത്രന്മാരുടെ നിലവിളി കേട്ടു. കോരഹിനെയും അവൻ്റെ ബാക്കി അന്യാഗ്നി കത്തിച്ച എല്ലാവരെയും ഭൂമി വിളർന്ന് നാഥാനെയും അബീറാമിനെയൊക്കെ ദഹിപ്പിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ വിഴുങ്ങിക്കളഞ്ഞു. ദഹിപ്പിക്കുകയല്ല, വിഴുങ്ങിക്കളഞ്ഞു. പക്ഷേ കോരഹപുത്രന്മാർ രക്ഷപ്പെട്ടു. കോരഹിൻ്റെയും സർവ്വ കുടുംബത്തെയും ഭൂമി വിഴുങ്ങേണ്ടതായിരുന്നു. അങ്ങനെയായിരുന്നു അതിൻ്റെ നിയമം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന. പക്ഷേ കോരഹിൻ്റെ പുത്രന്മാർ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നത്? അവരുടെ സങ്കീർത്തനമുണ്ട്, കോരഹപുത്രന്മാരുടെ സങ്കീർത്തനം. കാര്യം എന്താണെന്ന് അറിഞ്ഞോ? അവർ ദൈവത്തോട് നിലവിളിച്ചു. അപ്പോൾ ഈ അവസ്ഥയിൽ സാത്താൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ ടെർമോയിൽ വരുന്നത് എന്ന് ഡിസേൺമെൻറ്റിൽ നമുക്ക് ബോധ്യമായാൽ നമ്മൾ കർത്താവിനോട് നിലവിളിക്കണം. ചിലർ ഇതറിയാതെ സർവ്വവിശ്വാസവും കർത്താവിനെ ത്യജിച്ചിട്ട് അഗാധത്തിലേക്ക് വീണുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെത്തിവെടിപ്പാക്കുന്ന കാര്യത്തെപ്പറ്റി നമ്മൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. 3-ാം വാക്യപ്രകാരമാണ്,
ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. അപ്പോൾ പ്രൂണിങ്ങിൽ വചനത്താൽ നമ്മളെ കർത്താവ് ശുദ്ധീകരിക്കുകയാണ്. കേട്ട വചനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ശൂന്യമായ പെരുന്നാളിൻ്റെ ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ വചനത്തെ ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ട് നമ്മളുടെ ഈ പ്രൂണിങ്ങിൻ്റെ അവസ്ഥയെ പൂർണ്ണമായ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി പ്രൂണ്ട് ആളായ ആളാണ്. കാൽവറിയിൽ അവൻ നമ്മളെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെത്താൻ ശുദ്ധീകരിച്ചു. അതുകൊണ്ട് ആ വേദനയോടെ നമ്മുടെ വേദനകളെല്ലാം ചേർത്ത് വെച്ചിട്ട് ഞാനുണ്ട്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു, പരിശുദ്ധാത്മാവ് ജലത്തിൻ്റെ ശക്തിയോടുകൂടി നിങ്ങളുടെ ആത്മാവിലേക്കും ദേഹിയിലേക്കും ഒഴുകിയിറങ്ങുവാൻ തക്കവണ്ണം കർത്താവെന്ന മുന്തിരിവള്ളിയോട് ചേർന്നിരുന്നുകൊണ്ട് ആ മുന്തിരി രസത്തിൻ്റെ രക്തപാനീയത്തിൽ നിന്നും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പിതാവിൻ്റെ സംരക്ഷണയിൽ നമുക്കായിരിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.